ചിലരെ സംബന്ധിച്ച് എന്തിനാണ് ഈ കരന്യാസം എന്നൊക്കെ ചോദ്യമുണ്ട്. എന്താ ഇത് മനസ്സിലായിട്ടില്ലല്ലോ. ഇത് വേണോ? ഇപ്പൊ ഗീത പഠിക്കാൻ ഇതിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഗീതയെ ഇങ്ങനെ കരന്യാസമൊക്കെ ചെയ്തിട്ടേ ഇനി പഠിക്കാവോ? അത് ഓർത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങളും കൂട്ടത്തിലുണ്ട് എന്ന് പറയാം. അപ്പൊ അതിനെ ഒന്ന് ദൂരീകരിച്ചിട്ടാവാം തോന്നുന്നുണ്ട് എന്താ നമുക്ക് മുന്നോട്ടേക്കുള്ള പോക്ക്. ഇവിടെ നമുക്ക് ഈ പ്രപഞ്ചത്തെ ആചാര്യന്മാര് 4 പ്രകാരത്തിൽ നോക്കിക്കാണാം എന്ന് പറയുന്നുണ്ട്. 4 തരത്തിലുള്ള ദൃഷ്ടി. അത് സ്വാമി ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ അവസരത്തിൽ ഒന്നുകൂടെ ഓർമ്മിച്ചു വെക്കുന്നത് നല്ല. 4 ദൃഷ്ടി. ഒന്നാമത്തെ ദൃഷ്ടിയെ പറയുന്നത് വസ്തുദൃഷ്ടി എന്നാണ്. വസ്തുദൃഷ്ടി. എന്താണ് വസ്തുദൃഷ്ടി? അതായത് ഓരോന്നിനെയും അതായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പം മൈക്ക്, ഇത് ഒരു പേപ്പർ വെയിറ്റ്, ഇത് പുസ്തകം, ഇങ്ങനെ കസേര, മേശ, ഗ്ലാസ്, വാച്ച്, ഇങ്ങനെയൊക്കെ കാണുന്നതാണ് വസ്തുദൃഷ്ടി എന്ന് പറയുക. ഇങ്ങനെ വസ്തുദൃഷ്ടിയാൽ ലോകത്തെ നിരീക്ഷിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് വസ്തുദൃഷ്ടി മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ദൃഷ്ടിയൊന്നുമില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ദൃഷ്ടിയാണ് ഉള്ളത്? അതിനപ്പുറത്ത് ചില ദൃഷ്ടികളൊക്കെ ഉണ്ട് എന്ന് പറയാം. അടുത്ത ദൃഷ്ടി അതിലും കുറച്ചുകൂടെ കേമായിട്ടുള്ളതാണ്. പ്രതീക ദൃഷ്ടി എന്ന് പറയും. പ്രതീക ദൃഷ്ടി അത് ഒരു പാവനമായിട്ടുള്ള ദൃഷ്ടിയാണ് എന്ന് പറയാം. മറ്റത് പാമരമാണ്, ഇത് പാവനമാണ്. അതിലാണ് നമ്മൾ ഇത് അമ്മ, ഇത് അച്ഛൻ, ഇത് സഹോദരി, ഇത് ഗുരു, ഇത് ശിഷ്യൻ എന്നൊക്കെ. അത് പ്രതീക ദൃഷ്ടിയാണെന്ന് പറയാം. പാശ്ചാത്യവും പൗരസ്ത്യവും തമ്മിലുള്ള വലിയൊരു അന്തരം ഇവിടെയാണുള്ളത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളോട് അവർ ചോദിച്ചത്, നടന്നു വന്ന ഈ വഴിയിൽ അങ്ങ് നടന്നു വന്നത് കല്ലിന്റെ മുകളിലൂടെയാണ്, ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അങ്ങേക്ക് കുറ്റബോധമൊന്നും തോന്നിയില്ലേ? അദ്ദേഹം ചോദിച്ചു എന്തിനാന്ന്. എന്താ? അതെ, നിങ്ങൾ അവിടെ പൂജിക്കുന്ന സാധനമല്ലേ അതിന്റെ മുകളിൽ കൂടെ നടന്നു വന്നപ്പം? അത് സ്വാമിജി ഒന്നും മിണ്ടിയില്ല എന്നാ. അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മകളാണ് എന്നൊക്കെ. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വാമിജി ചോദിച്ചു, രാത്രി അങ്ങ് ഭാര്യയുടെ കൂടെയാണോ കിടക്കുക, മകളുടെ കൂടെയാണോ? അദ്ദേഹത്തിന് കാര്യം ബോധ്യം പറയാം. രണ്ടും സ്ത്രീയാണല്ലോ. അപ്പൊ ഈ പ്രതീക ദൃഷ്ടി പാശ്ചാത്യ ലോകത്തിന് തീരെ ഇല്ല എന്ന് സ്വാമി പറയുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മളെ പല പ്രകാരത്തില് അവർ അവഹേളിച്ചിട്ടുണ്ട് ഇങ്ങനെ. വിവേകാനന്ദ സ്വാമികൾ ഇതിന് വളരെ എന്താ പറയാ നിശിതമായ ഭാഷയിൽ കുറെ സ്വാമിജിയുടെ ചോദിച്ചിരുന്നു, അങ്ങയുടെ വേഷം, അങ്ങയുടെ തലപ്പാവ്, അങ്ങയുടെ വസ്ത്രം എല്ലാം ഭാരതീയമാണെങ്കിൽ അങ്ങയുടെ കാലിലിരിക്കുന്ന ഷൂ ഞങ്ങളുടേതാണല്ലോ. അത് സ്വാമിജി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് തന്ന സ്ഥാനം എവിടെയാണെന്ന് പറയാം. സ്വാമിജി ടക്കെന്ന് പറഞ്ഞിട്ട് അതിന് സമാധാനം പറയാം. അപ്പൊ ഈ പ്രതീക ദൃഷ്ടിയില്ലാത്തവർക്ക് അവരെ സംബന്ധിച്ച് സ്വാമി ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അങ്ങനെ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം കൈക്കുമ്പിളിലാണ്. അതുകൊണ്ട് ഒരു ലോകത്തെയും അധിക്ഷേപിക്കുകയല്ല, പക്ഷെ ഈ ദൃഷ്ടിയുടെ അഭാവം അത് ലോകത്തുണ്ട് എന്ന് പറയാം. അത്രയേ ഉള്ളൂ, അതേ ഉള്ളൂ അതിന്റെ ഉദ്ദേശം. വേറെ ആരെയും മോശമാക്കി പറയുന്നതല്ല. അതിപ്പോ ഇവിടെയുണ്ട്. വെറും വസ്തുദൃഷ്ടിയിൽ കാര്യങ്ങൾ കാണുന്നവരുണ്ട്. അപ്പൊ പ്രതീക ദൃഷ്ടിയിൽ അത് പാവനമാണ് കുറേയും കൂടെ. ഇത് പുസ്തകമായിട്ടല്ല കാണുക, ഇതിനെ ഗീത എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ സംസ്കൃതിയിൽ, സംസ്കാരത്തിൽ വസ്തുദൃഷ്ടി ഇല്ല എന്ന് വേണം പറയാൻ. ആചാര്യന്മാര് പഠിക്കുന്നതിന്റെ ആരംഭത്തിനായിക്കൊണ്ട് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാം പ്രതീക ദൃഷ്ടിയാണ്. അതുകൊണ്ട് ഒരു പേപ്പർ നിലത്ത് കിടക്കുമ്പോൾ അത് ചവിട്ടി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തൊട്ട് തലയിൽ വയ്ക്കും. അത് ഏത് പത്രമായാലും ഇല്ലേ, അത് പഴയതോ പുതിയതോ ഏതെങ്കിലും ആവട്ടെ. പേപ്പറിനെ ചവിട്ടി നമ്മളിത് ചെയ്യില്ല. പക്ഷെ ഇന്നൊക്കെ
ഇന്ന് ഈ നമ്മുടെ ഈ പ്രതീക ദൃഷ്ടി, ആ പ്രതീക ദൃഷ്ടിയുടെ അഭാവം, അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെടാത്തതിന്റെ കുറവുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിലൊക്കെ കാണാം, ചിലപ്പോൾ കുറച്ച് ചായയൊക്കെ എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു അറിയോ, ഒരു പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് കാല് വെച്ച് 4 ഉരക്കില്ല, എന്നിട്ട് അതിനെ എന്താ. പക്ഷെ പണ്ടുള്ളവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ചെയ്യാത്ത, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ. അവരെ സംബന്ധിച്ച് അതെപ്പോഴും അതങ്ങനെ കാണുന്നു. എന്നാൽ അതേ സമയത്ത് നമുക്കതിനെ, ആ ദൃഷ്ടിയെ മാറ്റാം. അതൊക്കെ അവസരത്തിനും കാലത്തിനും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും അതിൽ മുറുകെ പിടിക്കാൻ പാടില്ല. വെറും പ്രതീക ദൃഷ്ടിയായി കഴിഞ്ഞാലും എന്താ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പൊ ഒന്നാമത്തെ ദൃഷ്ടി വസ്തുദൃഷ്ടി. വസ്തുദൃഷ്ടിയാൽ കരന്യാസത്തെ നോക്കി കണ്ടാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിലെന്തുണ്ട്? അതിൽ പ്രതീക ദൃഷ്ടി മാത്രമല്ല, അതിന്റെ അടുത്ത ഒരു ദൃഷ്ടിയും കൂടെ ഉണ്ട്, ദിവ്യദൃഷ്ടി. അതിന്റെ മുകളിലേക്കുള്ളതാണെന്ന് പറയും. ദിവ്യദൃഷ്ടി ഈ ഗീത എങ്ങനെയാണ് പോകുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ കരന്യാസം ഈ അവസാന സമയത്ത് എടുത്തത്. വസ്തുദൃഷ്ടിയിൽ നിന്നാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത് തന്നെ. പിന്നീട് അർജുനന്റെ സംശയങ്ങൾ മുഴുവൻ എന്താ പറയാ, ഈ പ്രതീക ദൃഷ്ടിയിലാണ്. പ്രതീക ദൃഷ്ടിയിലാണ് അർജുനൻ കാണുന്നത് ഗുരുക്കന്മാരെയും അച്ഛനെയും അമ്മയെയും, അല്ലെങ്കിൽ സഹോദരങ്ങളെയും പുത്രന്മാരെയും പൗത്രന്മാരെയും ഒക്കെ കാണുന്നത് പ്രതീക ദൃഷ്ടിയാണെന്ന് പറയാം. അവിടുന്ന് 11ാം അധ്യായത്തില് അർജുനൻ ദിവ്യദൃഷ്ടിയിലേക്ക് വന്നു എന്ന് പറയാം. കാരണം ഭഗവാൻ പറഞ്ഞു, ദിവ്യം ദദാമി തേ ചക്ഷുഹു. പോരാ അർജുന, നിന്റെ കണ്ണുകൾക്ക് കുറേയും കൂടെ ഉയർച്ച ആവശ്യമുണ്ട്. വെറും നഗ്നമായ നേത്രങ്ങളെ കൊണ്ട് കണ്ടാ പോരാ എന്ന് പറയാം. അപ്പൊ ദിവ്യമായ നേത്രത്തിലൂടെ അർജുനൻ വിശ്വരൂപത്തെ കണ്ടു എന്ന് പറയാം. അതാണ് ദിവ്യദൃഷ്ടി. വിശ്വരൂപത്തിൽ എന്താ കാണുന്നത്? എല്ലാം തന്നെ, എല്ലാ ചലനങ്ങളും ഭഗവാന്റെ ആ വിശ്വഭാവം കൈക്കൊണ്ട് നിൽക്കുന്നതായിട്ട്. അതിൽ മൃത്യുവും അതിൽ ജനനവും എല്ലാം മംഗളകരവും അമംഗളമായിട്ടുള്ളതും എല്ലാറ്റിനെയും അർജുനൻ കാണുന്നു. വിശ്വരൂപം നമുക്ക് തോന്നുന്ന ഏറ്റവും വിശ്വരൂപം നന്നായി പറയാൻ പറ്റിയത് ഇവിടെയാണ്. വളരെ നന്നായിട്ട് വിശ്വരൂപത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അതിന്റെ എല്ലാ ഓരോ മുക്കും മൂലയും. അതെന്താണ് ദിവ്യദൃഷ്ടി എന്ന് പറയാം. അതിന്റെ മുകളിലേക്കുള്ളതാണ് പരമദിവ്യദൃഷ്ടി, 4ാമത്തത്. ദിവ്യദൃഷ്ടിയിൽ നിന്നുകൊണ്ട് താൻ ഇത് കാണുന്നു, ഒപ്പം താനും അതാണെന്ന് ഉറപ്പിച്ച ബോധം. അതാണ് വ്യാസർക്കും സഞ്ജയനും ഒക്കെ പരമദിവ്യദൃഷ്ടിയുടെ വക്താക്കളെ, അല്ലെങ്കിൽ ആ ദർശനം ഉൾക്കൊണ്ടവരാണ് എന്ന് പറയാം. അങ്ങനെ പരമദിവ്യ ദൃഷ്ടിയുടെ ഉടമകൾക്ക് ഈ വിശ്വം എന്തെന്നും ഈ വിശ്വം എന്തെന്ന് മറ്റൊരുവനെ ബോധിപ്പിക്കാനും കഴിവുണ്ട് എന്ന് പറയും. ഈ കരന്യാസത്തിലൂടെ, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ പ്രയാണം, അതിന്റെ പരിണാമം ഇങ്ങനെയാണെന്ന് പറയാം. വസ്തുദൃഷ്ടിയിൽ നിന്ന് പ്രതീക ദൃഷ്ടിയിലേക്കും, അതായത് പാമരത്വത്തിൽ നിന്ന് പാവനമായിട്ടുള്ള ഭാവത്തിലേക്കും, ആ പാവനമായ ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ ഭഗവാന്റെ വിഭൂതിയായി, അല്ലെങ്കിൽ വിഭൂതിയായി കണ്ട് ആ വിഭൂതി തന്നിൽ നിന്ന് അന്യമല്ല എന്നും താൻ തന്നെയാണ് അതെന്നും അറിയുന്ന ആ പരമദിവ്യ ദൃഷ്ടിയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ് ഗീതയുടെ അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. അപ്പൊ നമ്മളിവിടെ കരന്യാസത്തിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. ഒന്നുകൂടെ പറയട്ടെ. കരന്യാസം എന്ന് പറഞ്ഞാൽ ന്യാസം, നിധി, സൂക്ഷിക്കേണ്ടത്. എങ്ങനെ സൂക്ഷിക്കേണ്ടത്? നിധി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തലമുറകളിലൂടെ, ഇല്ലേ? അച്ഛന്റെ 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 അച്ഛൻ, അങ്ങനെയാണല്ലോ നമ്മൾ നിധി എന്ന് പറയുക. അപ്പൊ പരമ്പരയാൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് കരത്തിലേക്കാണ് ആവാഹിക്കേണ്ടത്. അപ്പൊ കരചരണങ്ങളിൽ, അപ്പൊ നമ്മുടെ ശാസ്ത്രം അത് കരചരണങ്ങളിൽ ആവാഹിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് അങ്ങേയറ്റം പറയുമല്ലോ, അത് പ്രാവർത്തികമാക്കാൻ പോകുന്നതാണ്, പ്രായോഗികമാണ് എന്ന് പറയാം. അപ്രായോഗികമായിരുന്നുവെങ്കിൽ കരന്യാസത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അതൊരു ഉട്ടോപ്യൻ സിദ്ധാന്തമാണെങ്കിൽ അതിന് കരന്യാസം വേണ്ട. ഇത് അങ്ങേയറ്റം പ്രായോഗികമാണ്. അതുകൊണ്ട് ഇവിടെ ഓം ശ്രീ ഗണേശായ നമ, ഗണേശനായിക്കൊണ്ട്, അത് ചിലപ്പം ആ
ഫോട്ടോ കോപ്പിയിൽ കാണില്ല. എന്തായാലും നമ്മുടെ പാരമ്പര്യത്തിൽ ഏത് കർമ്മം ചെയ്യുന്നതും ഗണേശന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഓം ശ്രീ ഗോപാലകൃഷ്ണായ നമഃ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. പിന്നെ അസ്യ ശ്രീ ഭഗവത്ഗീതാമാലാ മന്ത്രസ്യ ഭഗവാൻ വേദവ്യാസ ഋഷി എന്നാണ് ഒന്നാമത്തെ കരന്യാസത്തിൽ ഒന്നാമത് കാണുന്ന മന്ത്രം. അതിനെ എന്താണ് മാലാമന്ത്രം? മാലാമന്ത്രം ഭഗവത്ഗീതയാകുന്ന മാല അനേക മന്ത്രങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ഈ മാല ഉണ്ടാക്കിയ ആള് ഋഷി, ആ മാല കോർത്തത് വേദവ്യാസൻ ആകുന്നു എന്ന് പറയാം. ആ വേദവ്യാസ ഋഷിയെ ഉണർത്തുന്നതിനായിക്കൊണ്ട് നമ്മളൊരു മുദ്രയെ പറഞ്ഞു. ഏതായിരുന്നു ആ മുദ്ര? മൃഗമുദ്ര. മൃഗമുദ്ര എങ്ങനെയാണ്? മൃഗമുദ്രയെ ഇങ്ങനെ എടുത്തിട്ട് വേദവ്യാസ ഋഷി എന്ന് നമ്മൾ സ്മരിച്ചു. അപ്പൊ വേദവ്യാസ ഋഷിയെ നമ്മൾ മൃഗമുദ്രയിലൂടെ സ്മരിക്കുന്നത് എന്തിനാണ്? അതൊരു വസ്തുദൃഷ്ടിയല്ല. വസ്തുദൃഷ്ടിയിലാണെങ്കിൽ ഇത് വിരലാണ്, ഇത് തലമണ്ടയാണ്. തലമണ്ടയിൽ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ വേദവ്യാസൻ ഉണ്ടാവുന്നത്? അതൊരു ഭാവനയാണ് നമ്മുടെ എന്ന് പറയാം. കാരണം ഇവിടെ നിന്നാണ്, ഇത് ഇവിടെയാണ് ഞാൻ ആദ്യം ഓർക്കണം. ഇത് വലിയൊരു പാരമ്പര്യം ഇതിന്റെ പിറകിലുണ്ട്. ഈ ശാസ്ത്രത്തിന്റെ പിറകില് ഒരു പാരമ്പര്യമുണ്ട്. ആ മഹാത്യാഗികളുടെ പാരമ്പര്യമാണ്. അതെന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരണം എന്ന് പറയും. അതുകൊണ്ട് ഇതിനെ ഞാനിതാ വ്യാസരെ ആദ്യം തന്നെ സ്മരിക്കുന്നു. പിന്നെയോ അടുത്തത് അനുഷ്ടുപ് ഛന്ദഃ. ഇതിന്റെ ഛന്ദസ് നമ്മൾ ഛന്ദസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടു. കേൾക്കുന്ന മാത്രയിൽ ആഹ്ലാദത്തെ ഉണ്ടാക്കുന്നത്. പിന്നെ സരസ്വതി എന്നൊക്കെ കണ്ടു. അപ്പം അതിന്റെ പ്രതീകം നാവാണ് എന്ന് പറയാം. അപ്പം ഇതേ മുദ്ര കൊണ്ട് തന്നെ, മൃഗമുദ്ര കൊണ്ട് ചുണ്ടിനോട് അടുപ്പിച്ച് നമ്മൾ വെക്കുന്നു. അനുഷ്ടുപ് ഛന്ദഃ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഭഗവത്ഗീതയാണ് ഇനി ഞാൻ എന്റെ സഹചരുമായി കൈമാറ്റം ചെയ്യുന്നത്. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ഉപനിഷത്തിൽ പറഞ്ഞ. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ തപസ്സിനെ കുറിച്ച് പറഞ്ഞു. സാത്വികമായ തപസ്, രാജസികമായ തപസ്, വാചികമായിട്ടുള്ള ശാരീരികം, മാനസികം, വാചികമായിട്ടുള്ള. അപ്പൊ ആ വാക്കില് ഗീതാശാസ്ത്രം വാക്കുകളിലൂടെ പുറത്തേക്ക് വരാൻ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ എന്താണ്? അനുഷ്ടുപ് ഛന്ദഃ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ശ്രീകൃഷ്ണ പരമാത്മാ ദേവത. ഇതിലെ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ദേവത. ഹൃദയ മുദ്ര എന്ന് പറയും. കൈ ചുരുട്ടിയിട്ട് ഹൃദയഭാഗത്ത് വെച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നു. ആ സമയത്ത് നമുക്ക് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശ്ലോകമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അർജുന ഹൃദയേശേ അർജുന തിഷ്ഠതി. ഞാൻ എല്ലാ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പ്രതീകമായിക്കൊണ്ട്. പിന്നെ അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഇതി ബീജം. ഇതാണ് ഇതിന്റെ വിത്ത്. ഇത് ഭഗവത്ഗീതയുടെ വിത്തും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത് അതിൽ നിന്നാണ് മുള പൊട്ടി വരുന്നത് എന്ന് പറയാം. ദുഃഖിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കുകയും എന്നാൽ പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യും. ഏത് പ്രശ്നത്തിന്റെ ആരംഭം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ബീജത്തെ നമ്മൾ പൊക്കിൾ പ്രദേശത്തായിട്ട്, പൊക്കിളിന്റെ ഭാഗത്തായിട്ട് ആ മൃഗമുദ്ര കൊണ്ട് തന്നെ ഈ ശ്ലോകത്തെ ചൊല്ലിയിട്ട് ആ സങ്കല്പത്തോടുകൂടി സ്മരിക്കണമെന്ന് പറയാം. തുടർന്ന് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഇതി ശക്തി. ഇതേ മൃഗമുദ്ര കൊണ്ട് തന്നെ പൊക്കിളിന് താഴെ സ്പർശിക്കുന്നു എന്ന് പറയാം. ഇത് ശക്തി. അഹം ത്വാ സർവപാദേഭ്യോ മോക്ഷയിഷ്യാമി മാശുജ ഇത് കീലകം. ശക്തി ഇതാണ്. കീലകം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിരിക്കുന്നത്, കുറ്റി എന്ന് പറയാം. കീലകം ഇതേ മൃഗമുദ്ര കൊണ്ട് തന്നെ കാലിന്റെ രണ്ട് ഭാഗത്ത് ഇരിക്കാവുമ്പോൾ നമ്മൾ രണ്ട് കാലിന്റെയും പാദത്തിൽ തൊടുന്നു എന്ന് പറയാം, സങ്കല്പിക്കുന്നു. ഇത് കീലകം. തുടർന്ന് കരന്യാസം ആരംഭിക്കണം. ഇത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ഇത്യങ്കുഷ്ടാഭ്യാം നമഃ. അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ പെരുവിരൽ. വളരെ ഗംഭീരമാണ്. ഈ
ഈ പെരുവിരലില്ല എങ്കിൽ നിങ്ങളൊന്ന് പെരുവിരലിന്റെ അഭാവത്തിൽ ഈ മറ്റ് 4 വിരലുകൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്വാമിജി ഞങ്ങൾ അവിടെ ഇരുന്ന് പറയായിരുന്നു, ആഗമാനന്ദ സ്വാമികൾ പറയും അത്ര, ക്ഷമിക്കണം, രംഗനാഥാനന്ദ സ്വാമികൾ രാമകൃഷ്ണ മിഷൻ. ഇപ്പൊ സ്വാമിജി ഇല്ല. അതായത് ലോകത്തില് ഏക ജീവി, നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഈ മുദ്ര കാണിക്കാൻ പറ്റുന്ന, വേറെ മൃഗങ്ങൾക്കോ മറ്റുള്ളതിനൊന്നും സാധ്യമല്ല. വളരെ വിശേഷപ്പെട്ട മുദ്ര ചിന്മുദ്ര. സ്വാമി ചിന്മുദ്രയെക്കുറിച്ച് ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ചിന്മുദ്രയല്ല, ഇവിടെ നമ്മൾ ചൂണ്ടുവിരലുകൊണ്ട് എന്താ ചൂണ്ടുവിരലുകൊണ്ട് ഈ വിരലിന്റെ ഈ വരെയുള്ള മുകളിലേക്കുള്ള ആ ചേർത്തുകൊണ്ട് അതിനെ തലോടല്. അപ്പം ഈ പെരുവിരലില് ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്ന ശ്ലോകം വളരെ ഗംഭീരമാണ്. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. അതുകൊണ്ടാണ് എന്താ നമ്മുടെ ഏകലവ്യനോട് ഇതാണ് ഇങ്ങോട്ട് ചോദിച്ചത് എന്ന് പറയാം, ഇല്ലേ? പക്ഷെ ക്ഷത്രിയൻ ഓർത്തുകൊള്ളണം, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, നിന്റെ പ്രവൃത്തികൾക്കൊന്നും തന്നെ ആ ശ്ലോകം ഇതിലെ ഏറ്റവും എന്താ സുന്ദരമാർന്ന ഒരു ഘടിപ്പിക്കലായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ശ്ലോകമാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ഇത്യങ്കുഷ്ടാഭ്യാം നമഃ. പെരുവിരലിന് നമസ്കാരം പറയുക. എന്താണ് ഈ ശസ്ത്രങ്ങൾക്ക്, അസ്ത്രശസ്ത്രങ്ങൾക്കൊന്നും, അസ്ത്രം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പ്രയോഗിക്കുന്നതിനെയാണ് അസ്ത്രം എന്ന് പറയാം. ശസ്ത്രം എന്ന് പറഞ്ഞാൽ തൊടുത്തു വിടുന്നത്. ശാസ്ത്രം നേരെയാണ്. അസ്ത്രം, ശസ്ത്രം, ശാസ്ത്രം. അപ്പം അസ്ത്രം കയ്യിൽ പിടിച്ച് കൈകാര്യം ചെയ്യും, ശസ്ത്രം തൊടുത്തു വിടും. അപ്പൊ നിനക്ക് കൈകൊണ്ട് പിടിച്ച് കൈകാര്യം ചെയ്യുന്നതാവട്ടെ, തൊടുത്തു വിടുന്നതിലാണ് ഇത് വളരെ പ്രധാനമായിട്ടിരിക്കുന്നത്. അപ്പൊ ഓർമ്മിപ്പിക്കുകയാണ്, എന്താണ് നിന്റെ ഈ കൈവിരലുകളെ കൊണ്ടുള്ള ചെയ്യുന്ന ആ ശേഷിയുണ്ടല്ലോ, അത് ഏതൊരു കർമ്മമാണ് ചെയ്യുന്നത്, നിന്റെ ഈ കർമ്മമൊന്നും ആത്മാവിനെ നശിപ്പിക്കാൻ പോകുന്നതല്ല. തുടർന്ന് നചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ ഇതി തർജന്യാഭ്യാം നമഃ. പെരുവിരൽ കൊണ്ട്, ഇനി ബാക്കിയുള്ളതെല്ലാം പെരുവിരൽ കൊണ്ട് മറ്റുള്ള വിരലുകളെ ഇതുവരെ ഇതിന്റെ ആ വര വരെയുള്ള ഭാഗത്ത്, അടിഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക്, ഇത് 2 കൈകളെ കൊണ്ടുമാണ് ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാം ഓരോന്ന്. അപ്പം ചൂണ്ടുവിരല്, അത് കഴിഞ്ഞാൽ അടുത്ത വിരല്, അത് കഴിഞ്ഞാൽ അടുത്ത വിരല്, അത് കഴിഞ്ഞാൽ അടുത്ത വിരല്, ഇങ്ങനെ 5 വിരലുകളും. തുടർന്ന് അവസാനത്തെ അച്ഛേദ്യോ, ഇത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോന്നും. നൈനം ചിന്തന്തി ക്ലേദയന്ത്യാപഃ അച്ഛേദ്യോയമദാഹ്യോയം നിത്യസർവഗതസ്ഥാണുഃ പശ്യമേ പാർത്ഥരൂപാണി. അവസാനം എന്താണ്? നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച ഇതി കരതല കരപൃഷ്ടാഭ്യാം നമഃ. കരതല എന്താ മുകൾ ഭാഗത്തും അതുപോലെ 2 കൈയിന്റെയും മുകളിലും താഴേക്കും. ഇതന്നെ. അപ്പൊ ഇത് പൂർണ്ണമായി എന്ന് പറയാം. കരന്യാസം, ഹൃദയന്യാസം. അതിൽ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ഇതി ഹൃദയായൈ നമഃ. വീണ്ടും ഹൃദയമുദ്ര കൊണ്ട് നചൈനം ക്ലേദയന്ത്യാപോ നശോഷയതി മാരുതഃ ഇതി ശിരസേ സ്വാഹ. ശിരസേ സ്വാഹ എന്നുള്ളതിന് എന്തായിരുന്നു അല്ലേ? തലമുടി വരുന്ന ഭാഗത്ത് എന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, സ്വാമി ആവർത്തിക്കുകയല്ലേ. തുടർന്ന് അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച ഇത് ശിഖായൈ വഷട്ട്. ശിഖായൈ വഷട്ട്, തലയില് ഈ എന്താ ഇതൊരു ശിഖ പോലെ ഭാവിച്ചുകൊണ്ട് ശിഖായൈ വഷട്ട്. നിത്യസർവഗതസ്ഥാണു രജലോയം സനാതനഃ ഇത് കവചായ ഹും. അപ്പൊ ഇതില് സ്വാഹ, വഷട്ട്, ഹും, വൗഷട്ട്, ഫട്ട്, ഇതൊക്കെ ഫട്ട് എന്നാണ് പറയാം. ഫട്ട് എന്നല്ല, ഫട്ട്. ഇതെല്ലാം തന്നെ എന്താണ്? നമോ ഇത്യർത്ഥഃ, നമസ്കാരം എന്നാണ് ഇതിന്റെയൊക്കെ സാരം. അപ്പം എന്താ കവചായഹും എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കവചം തീർക്കുന്നത്? ഈ മോതിരവിരല് ഉണ്ട്, ഇത് എടുത്തിട്ട് ഈ കൈ ചേർത്ത് പിടിച്ച് ഈ
ഈ മുകൾ ഭാഗത്ത് നമ്മുടെ ഷോൾഡറിന്റെ ആരംഭത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നു. ഇതാണ് കവചം. ഏത് ശ്ലോകങ്ങളെ കൊണ്ടാണ് നമ്മൾ കവചം ചെയ്യുന്നത്? നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനം. ഇത് കവചമാണ് എന്ന് പറയും. അതുകൊണ്ട് ഇതാണ് കവചം. പിന്നെ ഒരു തരത്തിലും നമ്മൾ നശിക്കാൻ പോകുന്നില്ല, ഇല്ലാതെയാകാൻ പോകുന്നില്ല എന്ന് പറയും. നിത്യമാണ്. പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശ ഇതി നേത്രത്രയായ വൗഷട്ട്. അതിന് 3 വിരലുകൾ എടുത്തു. രണ്ട് വിരലുകൾ മോതിരവിരലും ചൂണ്ടുവിരലും ഇടത് കണ്ണിലും വലത് കണ്ണിലും നടുക്ക് നമ്മൾ പൊട്ട് തൊടുന്ന ആ ഭാഗത്ത് നേത്രത്രയായ വൗഷട്ട്. നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച ഇത് അസ്ത്രായ ഭട്ട്. അസ്ത്രം അതെ ഈ അതന്നെ ചിന്മുദ്ര കൊണ്ട്. പിന്നെ ധ്യാന ശ്ലോകം ചൊല്ലി ഗീതയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പം വസ്തുദൃഷ്ടിയാൽ ഞാൻ ആരാകുന്നു എന്ന് പറഞ്ഞാൽ ശരീരമാകുന്നു എന്നാണ് വസ്തുദൃഷ്ടിയിൽ എനിക്ക് എന്തുണ്ട്? മജ്ജയും മാംസവും ഇത്യാദികളാണ്. എന്തൊക്കെയാണ്? എന്നില് ഇങ്ങനെയുള്ള സപ്തധാതുക്കളുണ്ട്. ത്വന്മാംസ രുധിരസ്നായു മേധോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണ പുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിതം വപുഹു. ആചാര്യസ്വാമികൾ ഇതം വപുഹു നിന്ദ്യം, ഈ വപുസിനെ ശരീരത്തെ നിന്ദ്യമാണ് എന്ന് പറയുന്നത് ഈ ഭാവനയെ മാറ്റണം എന്നാണ്. അല്ലാണ്ട് ഇതിനെ നീ ഉടനെ കെട്ടിത്തൂങ്ങി ഇല്ലാതെയാകണം എന്നല്ല. നിന്നിൽ ഈ ഒരു ഭാവമുണ്ട്. ഏത് ഭാവം? ഈ ത്വങ്മാംസ രുധിരസ്നായു, ഇതാണ് ഞാൻ എന്നത്. അത് ശരിയല്ല എന്ന് പറയാം. അതിന്റെ മുകളിലേക്ക് നിനക്ക് ചില ദൃഷ്ടികളൊക്കെ ഉണ്ടാകട്ടെ. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ദിവ്യമാർന്ന ദൃഷ്ടി അല്ലെങ്കിൽ പാവനമാർന്ന ദൃഷ്ടി നമ്മളെ കൊണ്ടുപോകുന്നത് ഇതിലേക്കാണ്. അപ്പൊ ഇന്നലെ ഞാൻ ആരായിരുന്നു? ഇന്നലെ ഞാനൊരു ഒരു സാധാരണപ്പെട്ട ആളായിരുന്നു. ഇന്ന് ഞാനിപ്പോ ആരായി? ഇപ്പൊ ഞാൻ ഗീതയാണ് എന്ന് പറയും. പേര് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒപ്പം ഞാൻ ആരാണ്? ഗീതയാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഗീതയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. നീ നിമിത്തം മാത്രം, ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. ഇതിനു വേണ്ടിയിട്ടാണ് കരയോഗം, അല്ല ക്ഷമിക്കണം, കരന്യാസം. ഭഗവത്ഗീത, ഈ മഹാഭാരതം എത്ര വലിയ ഗ്രന്ഥമാണ് അല്ലേ? പക്ഷെ വാസ്തവത്തിൽ ഭഗവത്ഗീതയാണ് മഹാഭാരതത്തിന് പോലും നിലനിൽപ്പ് കൊടുക്കുന്നതെന്ന് പറയും. മഹാഭാരതത്തിന്റെ നിലനിൽപ്പ് ഗീതയിലാണ്. ഗീത ഇല്ലായിരുന്നെങ്കിലും ഭാരതം നിലനിൽക്കില്ല. അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാഭാരതത്തിലെ സംഭവങ്ങൾ മുഴുവൻ ഇപ്പൊ ആർക്കറിയുന്നത്? എത്രയോ സംഭവങ്ങൾ, എത്രയോ പേരുള്ള സംവാദമുണ്ട്, എത്രയോ പേര് സംസാരിക്കുന്നുണ്ട്, എത്രയോ ആളുകൾ. സംഭവങ്ങളുടെ വലിയൊരു പരമ്പരയാണത്. പക്ഷെ ഗീത അതിന്റെ കേന്ദ്രമാണ് എന്ന് പറയാം. അപ്പം എന്താണ് വ്യാസഭഗവാൻ ഈ മഹാഭാരത രചനയിലൂടെ വ്യാസഭഗവാൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണ്ട. ചിലപ്പോ ഈ സ്വാമി നിങ്ങൾ ഈ ഏകലവ്യന്റെ ഈ കാര്യം പറഞ്ഞ ഉടനെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, അത് ശരിയാണല്ലോ, അത് എന്താണത്? അതിനൊന്നും പ്രാധാന്യമില്ല എന്ന് പറയാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ആ സംഭവങ്ങൾക്കൊക്കെ ഉപരി ഈ ഒരു ആശയം, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ആശയമാണ് നിലനിൽക്കുന്നത് എന്ന് പറയാം. ബാക്കിയെല്ലാം ചവറ്റുകൊട്ടയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മഹാഭാരതം മുഴുവൻ നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും അതുകൊണ്ടാണ് വ്യാസഭഗവാൻ ഇതിനെ നടുക്ക് തന്നെ പ്രതിഷ്ഠിച്ചത്, അതിന്റെ കേന്ദ്രമായിട്ട്. ഇതിലെ ആശയങ്ങൾ ഇത് അമൂല്യമാണ് എന്ന് പറയാം. അത്രയും മൂല്യവത്താർന്നതാണ് ഇതിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഭഗവാൻ അർജുനുമായിട്ട് അവര് തമ്മിൽ സംവദിച്ചത് എന്ന് പറയാം. അതുകൊണ്ട് മറ്റുള്ളതിനൊന്നും ഒരു പ്രാധാന്യമില്ല. ഇതാണ് മഹാഭാരതത്തിന്റെ നിലനിൽപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് എന്നും നവമാണ് എന്ന് പറയാം.
അത് അങ്ങേയറ്റം പുതുമയാർന്നതായി നിലകൊള്ളുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ വിസ്മരിച്ചേക്കും, മഹാഭാരതത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം. അതൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. നമ്മളിപ്പോ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ അതൊക്കെ ആലോചിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ഭാര്യയോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുമ്പോൾ മറ്റുള്ള ഒരാളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ തുടങ്ങാറുണ്ട് അതിന്. പിന്നെ നിങ്ങളെ ഫോണ് വന്നില്ലേ, ഫോണ് വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് കടയിൽ പോവാന്ന്. അപ്പൊ ഇവിടെയാണെങ്കിൽ പഞ്ചസാര തീർന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. മിനിഞ്ഞാന്ന് ഇദ്ദേഹം വന്നപ്പം ചായ മധുരം കുറഞ്ഞു നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. നീ എന്താ കാര്യം പറയും. അങ്ങനെ ഞാൻ കടയിൽ പോയ സമയത്ത് കടയിൽ നിന്ന് പിന്നെ വീണ്ടും അവിടെ ഇതില്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പുറത്തെ കടയിലേക്ക് പോയി. അപ്പൊ ഇന്ന ആള് വന്നു, അവരുടെ കൂടെ എന്നാ ശരി അവരുടെ കൂടെ പോവാന്ന് വിചാരിച്ചു, അവരിങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയപ്പം എന്നും പറഞ്ഞ് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. എന്തിനാ ഇത്? നേരിട്ട് അങ്ങോട്ട് ഇതങ്ങോട്ട് പറഞ്ഞാലോ അതും ശരിയാവില്ല. അപ്പൊ വ്യാസഭഗവാനും അതിന് നമ്മളെ ഒരു ഒരുക്കം കൂട്ടുകയാണ്. എന്തൊക്കെ കോലാഹലങ്ങളാണ് ഈ നടക്കുന്നത്, എന്തൊക്കെ അധർമ്മങ്ങള്. നമ്മളിലിങ്ങനെ സംശയം ഉണ്ടാക്കുക അല്ലേ? ഒരു ഭാര്യയ്ക്ക് 5 പേരെ വെച്ചുകൊണ്ട് ലോകം മുഴുവൻ, ലോകത്തെക്കാലവും പാതിവൃത്യത്തിന്റെ ആരാണ് പതിവ്രത എന്ന് ചർച്ച ചെയ്യാൻ വ്യാസൻ കണ്ടുപിടിച്ച ഓരോരോ പണികളായിട്ടൊക്കെ ലോകമുള്ള കാലം മുഴുവൻ അത് ചർച്ച ചെയ്യുന്നവർ. അദ്ദേഹത്തിന്റെ ആ പ്രഭാവം ഇതാണ്. നമ്മൾ ബാക്കിയുള്ളതിന് നമ്മൾ അധികം ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടതാ ഇതിലേക്ക് വരും. ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയും അതിൽ നിന്ന് ഉയരട്ടെ, വളർന്നു വരട്ടെ. വിശ്വരൂപമൊക്കെ ദർശിച്ചു കഴിഞ്ഞു. അതിന് മോക്ഷ സന്യാസത്തിലാണ് ഇപ്പം നിൽപ്പ്. ഇനി ഇവിടുന്ന് താഴേക്ക് പോകുന്ന പരിപാടിയെ വേണ്ട. നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ ക്ഷത്രിയന്റെയും ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും ശൂദ്രന്റെയും കർമ്മത്തെ പറഞ്ഞു. അല്ലെങ്കിൽ ആരാണ് ബ്രാഹ്മണൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ബ്രാഹ്മണൻ ചെയ്യേണ്ടുന്നത് എന്തൊക്കെയാണ് നമ്മൾ അതിനെ കണ്ടു അല്ലേ? ബ്രാഹ്മണൻ മോക്ഷത്തിന് അധികാരിയാണ്. കർമ്മം എന്തൊക്കെയാണ്? ശമദമാദികളാണ് ബ്രാഹ്മണന്റെ കർമ്മം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊക്കെ നമുക്ക് ശാസ്ത്രവിചാരം കൊണ്ട് തുടർച്ചയായിട്ടുള്ള ശ്രവണം കൊണ്ട് തെളിഞ്ഞു കിട്ടിയാൽ വലിയ അനുഗ്രഹമാണ് എന്ന് കൂട്ടിക്കോളൂ. അതുകൊണ്ട് നിങ്ങൾ പഴയ ചില സങ്കല്പങ്ങൾ അതൊക്കെ ഒന്ന് പൊളിയേണ്ടതുണ്ട്. ഇത് ബ്രാഹ്മണൻ ആയുഷ്കാല ബ്രാഹ്മണനല്ല. നമ്മൾ തന്നെ നമ്മിൽ ഇതെല്ലാം ഉണ്ട്. ഭഗവാൻ പറഞ്ഞുവല്ലോ, ഈ ബ്രാഹ്മണന്റെ ലക്ഷണവും ക്ഷത്രിയന്റെ ലക്ഷണവും വൈശ്യന്റെ ലക്ഷണവും ശൂദ്രന്റെ ലക്ഷണവും ഒക്കെ പറഞ്ഞ സമയത്ത് ഇതെല്ലാം എല്ലാവരിലും ഉണ്ട് എന്ന് പറയാം. അതുപോലെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും. ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ്സുകാരൻ, വ്യാപാരം അനുഷ്ഠിക്കുന്ന ഒരാള്, രാവിലെ അദ്ദേഹം വീട്ടിലിരുന്ന് അദ്ദേഹത്തിന്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ശാന്തനായി ഇരുന്ന് ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ ആ സമയം അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹം ബ്രാഹ്മണനാണ് പുറത്തേക്ക് ഇറങ്ങി വ്യാപാരം ചെയ്യുന്നത്. അവിടെ തന്റെ മുൻപിൽ വന്നിരിക്കുന്ന താൻ എന്താണോ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, ആ സമയത്ത് അദ്ദേഹവുമായിട്ട് അങ്ങേയറ്റം ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും ആ സമയത്ത് അദ്ദേഹം വൈശ്യനാണ്. അപ്പൊ ബ്രാഹ്മണനല്ല. അപ്പൊ അങ്ങൊരു പൂണൂൽ ഒഴിഞ്ഞുകൊണ്ടിരിക്കരുത്. അവിടെ ബ്രാഹ്മണന്റെ ഏർപ്പാട് നടത്തുകയും ചെയ്യരുത്. രാമകൃഷ്ണദേവൻ നല്ലൊരു കഥ പറയും. രാമകൃഷ്ണദേവൻ പറയും, ഒരു കടയുണ്ട്. ആ കടയിൽ അങ്ങനെ അതിന്റെ പ്രധാനിയായിട്ടുള്ള ആൾ ഇരിക്കും. അപ്പം ഒരാളിങ്ങനെ കടയിലേക്ക് വരുമ്പം ഈ പ്രധാനിയായിട്ടുള്ള ആള് പറയും, ശംഭോ മഹാദേവ. അപ്പൊ ആ വരുന്നവൻ വിചാരിക്കും, ഇവര് വലിയ ഭക്തന്മാരാണ്. അപ്പൊ അടുത്ത സാധനം കെട്ടിക്കൊടുക്കുന്നവനോ അല്ലെങ്കിൽ അവിടുത്തെ സഹായിയായിട്ടുള്ളവൻ പറയും, ഹരിയോം ഹരിയോം. അപ്പൊ വേറെ ഒരുത്തൻ പറയും, നമോ നാരായണ. അതായത് അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ പണിക്കാര് എല്ലാം ഭക്തന്മാര്. എന്നിട്ട് രാമകൃഷ്ണദേവൻ പറയുന്നത് എന്താണെന്നറിയോ? എന്താണ് അത്ര ശംഭോ മഹാദേവ എന്ന് പറഞ്ഞാൽ, ഇതാ ഒരുത്തം വരുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതാണ് അതിന്റെ കോഡ്.
അപ്പൊ മറ്റവൻ പറയാണ് ഞാൻ ഏറ്റു എന്ന്. ഹരിയോം ഹരിയോം എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. മറ്റവൻ പറയാം ഞാൻ വിടാതെ പിടിച്ചോളാം, നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഏറ്റു. ഇതാണ് മറ്റവൻ കൊടുത്ത മെസ്സേജ്. അവിടെ അത് പാടില്ല എന്ന് പറയാം. നിങ്ങൾ വ്യാപാരത്തില് ഇതിനെ അതായത് ഒരു മറയാക്കരുത് എന്ന് പറയാം. അവിടെ നിങ്ങൾ ആരാണ്? നിങ്ങൾ വൈശ്യൻ തന്നെയാണെന്ന് പറയാം. അതേ സമയത്ത് നിങ്ങളെ ഒരു നായ കടിക്കാൻ വരുമ്പം അല്ലെങ്കിൽ വല്ലവരുമായിട്ട് എതിരിടുന്ന സമയത്ത്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടുന്ന സമയത്ത് നിങ്ങൾ ക്ഷത്രിയൻ തന്നെയായിരിക്കണം. അതാണല്ലോ തിരുമേനി എന്താ ഈ പശു പറമ്പിലേക്ക് കയറി അതിനെ അടിച്ച് ഓടിക്കണം എന്നുണ്ട്. പക്ഷെ നോക്കുമ്പം അടിക്കാൻ പറ്റുന്നില്ല തിരുമേനിക്ക്. എല്ലായിടത്തും മർമ്മം കാണുന്നു. എവിടെ അടിച്ചാലും പശു വീണു. അപ്പോഴാ രാമൻ ഇങ്ങോട്ട് വടി മേടിച്ചു കൊടുത്തു അങ്ങോട്ട് പോതിരെ, അത് ചാടി ഓടിക്കുന്നു പറയാം. അതാണ് അതിന്റെ പ്രായോഗികത എന്ന് പറയാം. അപ്പൊ ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയൻ. ചില വേളയിൽ നമ്മൾ ആരായിരിക്കും? ക്ഷത്രിയനായിരിക്കും. സേവാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രാഹ്മണനായിരിക്കരുത്, നിങ്ങൾ വലിയ കച്ചവടക്കാരനായിട്ടിരിക്കരുത്. അപ്പം അത് ഗാന്ധിജിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് ഗീതയിൽ നിന്ന് ഉൾക്കൊണ്ട ഏറ്റവും വലിയ അറിവ് അദ്ദേഹം അതൊക്കെയായിരുന്നു. മുഴുവൻ രാജ്യത്തെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പോകുന്ന ദിഷണാവൈഭവം, ഹരിജനങ്ങളുടെ കക്കൂസ് കഴുകാൻ സന്നദ്ധമായ ആ മഹാമനസ്, ഒരുപോലെ അദ്ദേഹത്തിൽ അത് സാധ്യമായിരുന്നു. ആനയുടെ തുമ്പിക്കൈ പോലെ വലിയ മരങ്ങളെ കടപുഴക്കാനും ചെറിയ മുട്ടുസൂചി ചെറിയ പുല്ല് എടുക്കാനും പോകുന്ന കൈ. അതാണ് മഹാബാഹു എന്ന് പറഞ്ഞത്. മഹാബാഹു എന്ന് പറഞ്ഞാൽ വെറുതെ മസിലുള്ള കൈയല്ല. അങ്ങനെയാണെങ്കിൽ ഈ മൈക്ക് ടൈസൺ ആയിരിക്കണം മഹാബാഹു. അദ്ദേഹത്തിന്റെ കൈയും കഴുത്തും ഒക്കെ കേമായിട്ടുള്ളതാണ്. അപ്പം നമ്മിൽ തന്നെ ഈ ഭാവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആജീവനാന്ത ബ്രാഹ്മണനും ആജീവനാന്ത ക്ഷത്രിയനും ആജീവനാന്ത വൈശ്യനും ആജീവനാന്ത ശൂദ്രനുമല്ല. നാം ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടുന്നവരാ. ഒന്നിനു മുകളിൽ അതായത് ശൂദ്രന്മാരോ എന്നും ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ കറുത്ത് 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 അല്ലേ? നിറങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. വൃണോതി വർണ്ണ ഒക്കെ നമ്മൾ പഠിച്ചു. വരിച്ചിരിക്കുന്നതിനെയാണ് വർണ്ണം. അപ്പൊ ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും വൈശ്യന്റെയും ശൂദ്രന്റെയും ഒന്നുകൂടെ പറയട്ടെ. ബ്രാഹ്മണൻ മോക്ഷത്തിന് അധികാരി. അപ്പൊ രാവിലെ താൻ ഇരുന്ന് ഈ കേട്ടത് ശ്രവിച്ചത് മുഴുവൻ ഒന്ന് മനനം മനനം ചെയ്ത് ആ നിധിധ്യാസനത്തിനായിക്കൊണ്ട് താൻ ചെയ്യുന്ന ധ്യാനവേളയിൽ താൻ ആരാണ്? ബ്രാഹ്മണനാണ് പറയാം. അതേപോലെ തന്റെ കർമ്മങ്ങളിലും ഉണ്ടാവും അത്. പിന്നെ ക്ഷത്രിയൻ ആരാണ്? ക്ഷത്രിയൻ കാമാധികാരി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർമ്മം എന്താണ്? ശൗര്യ പ്രതാപാദി കർമ്മങ്ങളൊക്കെയാണ് എന്നും പറഞ്ഞു. വൈശ്യൻ അർത്ഥാധികാരിയാണ്, അർത്ഥത്തെ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ കർമ്മം എന്താണ്? കൃഷി, ഗോരക്ഷണം ഇത്യാദികളൊക്കെ. ശൂദ്രനോ ധർമാധികാരിയാണ്. എന്താണ് കർമ്മം? സമുദായ ശുശ്രൂഷ, സമൂഹത്തിന്റെ നന്മയ്ക്കായിക്കൊണ്ട് സേവനം ചെയ്യുക. ഇതാണ്. അപ്പൊ ഇതെല്ലാം ഒരുവനിലുണ്ട്. നമ്മൾ ഒരു വൈശ്യനാണ്, കച്ചവടക്കാരനാണ്. ശരി, ഞാൻ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ധനം ഉണ്ടാക്കുന്നുണ്ട്. അതേ സമയത്ത് ഞാൻ സമൂഹത്തിന്റെ ഉന്നമനത്തിനായിട്ട് ആ ധനത്തിന്റെ ഒരു പങ്ക് ഞാൻ കൊടുക്കണം. അത് ചെയ്യേണ്ടുന്നതാണ്. ആ സമയത്ത് ഞാൻ ആരാണ്? ഇങ്ങനെ മാറി 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 ഓരോന്നും. ഇത് നാലും നമ്മളിൽ വേണമെന്ന് പറയാം. ഒന്നും നിങ്ങൾ ശൂദ്രനാകാതിരിക്കരുത്, ശൂദ്രനാകണം. ശൂദ്രനാണ് ആകേണ്ടത്. ഒപ്പം തന്നെ നമ്മളിൽ എന്തുണ്ടായിരിക്കണം? ബ്രാഹ്മണ്യവും ഉണ്ടായിരിക്കണം. അതുപോലെ ക്ഷാത്രവീര്യവും ഉണ്ടായിരിക്കണം എന്ന് പറയാം. അതുപോലെ വൈശ്യൻ ഇനി ഇതിനെ വേറൊരു പ്രകാരത്തിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട് അല്ലേ? ശരി, ഭഗവാൻ തുടർന്ന് പറഞ്ഞു 45-ാമത്തെ ശ്ലോകത്തില് സ്വേ സ്വേ കർമ്മണി അഭിരത സംസിദ്ധിം ലഭതേ. ഏതുവരെ ചൊല്ലി? അതുവരെ അല്ലേ? സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മ നിരതഃ സിദ്ധിം യഥാ വിന്ദതി തത് ശൃണു.
ഭഗവാൻ പറയുന്നു, സ്വേ സ്വേ സ്വന്തം സ്വന്തമായ കർമ്മങ്ങളില് അവിരത നരഹ തത്പരനായിട്ടുള്ള നരൻ, നരൻ എന്ന് പറഞ്ഞാൽ നേതൃഗുണം ഉള്ളവൻ, മുൻപിലേക്ക് പോകാൻ കഴിവുള്ളവൻ, മറ്റുള്ളവരെയും കൊണ്ടുപോകേണ്ടവൻ എന്നൊക്കെയാണ്. ഈശാവാസ്യ ഉപനിഷത്തിന് വിനോബാജി ഭാഷ്യം രചിക്കുമ്പം നര എന്നുള്ള ശബ്ദത്തിന് അദ്ദേഹം പറയുന്നത് ഇതാണ്, നേതൃഗുണമാർന്നവൻ, മറ്റുള്ളവനെയും കൂടെ കൊണ്ടുപോകേണ്ടവൻ എന്നും. അല്ലെങ്കിലോ ജനാഹ എന്ന് ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്, ജനിക്കുക മാത്രം ചെയ്തവൻ. ജനിക്കുക മാത്രം ചെയ്തവൻ നരനാകുന്നില്ല എന്ന് പറയാം. നേതൃഗുണം അവനിൽ കാണുമ്പോഴാണ് അവൻ നരനാകുന്നത്. അവൻ ഒരുപാട് പേരെ കൊണ്ടുപോകുമ്പോഴോ അവൻ നരേന്ദ്രനാകും. സംസിദ്ധിം സംസിദ്ധിം യോഗ്യതയെ ലഭിക്കുന്നു. സ്വകർമ്മനിരത സ്വകർമ്മ തത്പരനായിട്ടുള്ളവൻ യഥാസിദ്ധിം വിന്ദതി എപ്രകാരം ആ സിദ്ധിയെ പരമസത്യത്തെ വിന്ദതി നേടുന്നുവോ തത് ശൃണു അത് നീ എന്നിൽ നിന്ന് കേട്ടാലും എന്ന് ഭഗവാൻ പറയാം. ഹരിയം. എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ പറയുന്നു, സ്വേ സ്വേ സ്വന്തം സ്വന്തമായ കർമ്മങ്ങളില് അവിരത നരഹ തത്പരനായിട്ടുള്ള നരൻ, നരൻ എന്ന് പറഞ്ഞ നേതൃഗുണം ഉള്ളവൻ, മുൻപിലേക്ക് പോകാൻ കഴിവുള്ളവൻ, മറ്റുള്ളവരെയും കൊണ്ടുപോകേണ്ടവൻ എന്നൊക്കെയാണ്. ഈശാവാസ്യ ഉപനിഷത്തിന് വിനോബാജി ഭാഷ്യം രചിക്കുമ്പം നര എന്നുള്ള ശബ്ദത്തിന് അദ്ദേഹം പറയുന്നത് ഇതാണ്, നേതൃഗുണമാർന്നവൻ, മറ്റുള്ളവനെയും കൂടെ കൊണ്ടുപോകേണ്ടവൻ എന്നും. അല്ലെങ്കിലോ ജനാഹ എന്ന് ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്, ജനിക്കുക മാത്രം ചെയ്തവൻ. ജനിക്കുക മാത്രം ചെയ്തവൻ നരനാകുന്നില്ല എന്ന് പറയാം. നേതൃഗുണം അവനിൽ കാണുമ്പോഴാണ് അവൻ നരനാകുന്നത്. അവൻ ഒരുപാട് പേരെ കൊണ്ടുപോകുമ്പോഴോ അവൻ നരേന്ദ്രനാകും. സംസിദ്ധിം സംസിദ്ധിം യോഗ്യതയെ ലഭിക്കുന്നു. സ്വകർമ്മനിരത സ്വകർമ്മ തത്പരനായിട്ടുള്ളവൻ യഥാസിദ്ധിം വിന്ദതി എപ്രകാരം ആ സിദ്ധിയെ പരമസത്യത്തെ വിന്ദതി നേടുന്നുവോ തത് ശൃണു അത് നീ എന്നിൽ നിന്ന് കേട്ടാലും എന്ന് ഭഗവാൻ പറയാം. നോക്കാം. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യതഃ യതഃ യാതൊന്നിൽ നിന്ന് ഭൂതാനാം ഭൂതങ്ങളുടെ പ്രവൃത്തി കർമ്മം ഉണ്ടാകുന്നുവോ, അതായത് ഉത്പത്തി മുതലായ കർമ്മം ഏതൊന്നിൽ നിന്നാണ്? യതോവാ ഇമാനി ഭൂതാനി ജായന്തേ, ഏതൊന്നിൽ നിന്നാണ് ഈ ഭൂതങ്ങളെല്ലാം ജനിക്കുന്നത്? യേന ഇതം സർവം തതം, യേന യാതൊന്നിനാൽ ഇതം സർവം തതം, ഇവയെല്ലാം വ്യാപ്തമായിരിക്കുന്നുവോ, യാതൊന്നിനാൽ നിറഞ്ഞിരിക്കുന്നുവോ? തം അതിനെ, തം എന്ന് പറഞ്ഞാൽ അതിനെ, തം എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ, പരമാത്മം, പരമാത്മാ, ആത്മാ. മാനവ മനുഷ്യൻ സ്വകർമ്മണ സ്വന്തം കർമ്മം കൊണ്ട് അഭ്യർച്ച്യ പൂജിച്ച് സിദ്ധിം വിന്ദതി സിദ്ധിയെ പ്രാപിക്കുന്നു. അങ്ങനെ സിദ്ധിയെ പ്രാപിക്കേണ്ടതാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഈ ഒരു സിദ്ധിയെ നാം നേടണം എന്ന് പറയാം. ഇതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. എങ്ങനെ നേടണം? ഇതാ പറയുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. പറയുന്നു ഇവിടെ നേരത്തെ ഭഗവാൻ പറഞ്ഞതിൽ തന്നെ നമ്മൾ 10ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവഃ മത്ത സർവം പ്രവർത്തതേ, എല്ലാറ്റിന്റെയും പ്രഭവസ്ഥാനം ഞാനാണ്, എന്നിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. നയാ തതമിതം സർവം എന്നൊക്കെ. അത് തന്നെ അതിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്.
തുടർന്ന് പറയണു, ശ്രേയാൻ സ്വധർമ്മ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുറുവൻ ന ആപ്നോതി കിൽബിഷം. സ്വനുഷ്ഠിതാത്, സ്വനുഷ്ഠിതാത് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട, പരധർമാത് അന്യധർമ്മത്തേക്കാൾ, വിഗുണ ഗുണഹീനമായാലും സ്വധർമ്മ ശ്രേയാൻ സ്വന്തം ധർമ്മം ശ്രേയസ്കരമാണ്. ഈ പരന്റെ ധർമ്മം സ്വീകരിക്കാൻ പോകുന്നത്, പരന്റെ കർമ്മം സ്വീകരിക്കാൻ പോകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് പലപ്പോഴും അതിൽ അബദ്ധങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഗുണം ഏതാണ്, നമ്മുടെ പ്രകൃതം ഏതാണെന്ന് അറിയാം. ഈ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിന്റെ കളികൾ അറിയാത്തവർ കടന്നു വരും. ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണ്. സിനിമയിൽ നിന്ന് അതിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ബിസിനസ്സാണ് അത്, അല്ലേ? അപ്പൊ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ പോകുന്ന വഴി തന്നെ കാണില്ല ചിലപ്പം. പിന്നെ പോയ സിനിമയിലും ഉണ്ടാവില്ല, രാഷ്ട്രീയത്തിലും ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വരും. അങ്ങനെയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളെ പിടിച്ചും സ്ഥാനാർത്ഥിയാക്കി. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തിനാണെങ്കിൽ ഒരു 10 ആള് മുൻപിൽ നിന്ന് കഴിഞ്ഞാൽ പേടിയ പറയാൻ, സംസാരിക്കാൻ. രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടുള്ളത് ഈ പറച്ചിലാണല്ലോ. അദ്ദേഹത്തിനോട് പറഞ്ഞു, അതായത് പരധർമ്മം സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പമാണ്, അടിച്ചു വിട്ടോളാൻ പറഞ്ഞു. പക്ഷെ എന്തടിച്ചു വിടും? എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഉള്ളിൽ. പല ശ്രമവും നടത്തി, പക്ഷെ എല്ലാം പരാജയപ്പെടുകയാണ്. ഓരോ കവലകളിലും ഇവർ കൊണ്ടുപോയിട്ട് അടുത്തതായിട്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, കൂടെ ഉള്ളവരും അങ്ങനെയാണ് പറയുന്നതൊക്കെ വളരെ രസമാണ്. പറയുന്നു, അമ്മ പെങ്ങന്മാർക്ക് സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാൻ നമ്മുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ലോകസഭയിലേക്ക് അയക്കണം. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അപ്പൊ തന്നെ കുറച്ച് വിവരമുള്ളവർക്കൊക്കെ ഒരു എന്താ പറയുക, അദ്ദേഹം എന്താ പറയുക, വലിയ ബുദ്ധിമുട്ട്. അവസാനം ഒരാൾ പറഞ്ഞു, അതെ സാറേ, ഇതിന് 2 വീശിയാൽ കാര്യം നടക്കുന്നു പറഞ്ഞു. പിന്നെ അടുത്ത യോഗത്തിൽ അങ്ങൊരു എന്താ വീശിയിട്ടായിരുന്നു, ഒരു വീശിയെന്ന് പറയാം. ഒരു ഉഗ്രൻ പ്രഭാഷണം. ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഉഗ്രൻ. എന്തെങ്കിലും കുഴപ്പം? 4 കുഴപ്പം. അതെന്താണ്? മഹാത്മാഗാന്ധിയുടെ മകളല്ല ഇന്ദിരാഗാന്ധി എന്ന് പറയാം. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിന്റെ പേര് രാജീവ് ഗാന്ധി എന്നല്ല. 2. പിന്നെ കാർഗിൽ വാറിലല്ല ഇന്ദിരാഗാന്ധി മരിച്ചതെന്ന് പറയും. ഇങ്ങനെ 3-4 കുഴപ്പങ്ങളേ ഉള്ളൂ. വേറെ എല്ലാം ഈ പരധർമ്മം വലിയ കുഴപ്പമാണെന്ന് പറയാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പലതും വരും. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, സ്വനുഷ്ഠിതാത് പരധർമാത്. ഇനി അത് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടാൻ സാധിക്കുന്നു എങ്കിൽ തന്നെ പരധർമാത് അന്യധർമ്മത്തെക്കാൾ വിഗുണ ഗുണഹീനമായാലും എന്താണ്? സ്വധർമ്മ ശ്രേയ, തന്നിൽ വന്നു ചേർന്നിട്ടുള്ള ധർമ്മം ശ്രേയസ്കരമാണ്. ഭഗവത്ഗീത വളരെ ശക്തിയായി ഊന്നൽ കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ശ്രേയാൻ, അത് ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ സ്വഭാവനിയതം, സ്വഭാവം കൊണ്ട് നിയതമാർന്ന എന്താ പറയാ, ആ ക്ലിപ്തമായിട്ടുള്ള കർമ്മത്തെ കുറുവൻ ചെയ്യുന്നവൻ കിൽബിഷം എന്ന് പറഞ്ഞാൽ പാപത്തെ, തെറ്റിദ്ധാരണയെ ന ആപ്നോതി പ്രാപിക്കുന്നില്ല എന്ന് പറയാം. 3-ാം അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം എടുത്തു നോക്കൂ. റിവിഷനാണ് എന്നുള്ളത് മനസ്സിലാവും. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. മനസ്സിലായോ? ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താ പറയാ, മനസ്സിലാ, സ്വാമി ശരിയാ, 3-ാം അധ്യായത്തിൽ ഞാൻ ഇല്ലായിരുന്നു സ്വാമി, അതൊന്നുകൂടെ പറയാ, ബുദ്ധിമുട്ടാണ്. എഴുതി വെച്ചുകൊള്ളാം. അപ്പൊ ഭഗവാൻ ഈ ആശയത്തെ
കർമ്മയോഗത്തിൽ പറഞ്ഞു. അതിനെ ഭഗവാൻ ഒന്നുകൂടെ ഇവിടെ സംഗ്രഹിക്കുകയാണ് അർജുനന്റെ മുൻപിൽ. തുടർന്ന് സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാഹി ദോഷേണ ഭൂമേനാഗ്നിരിവാവൃതാഃ. വളരെ വളരെ ലളിതമായി ഭഗവാൻ കർമ്മയോഗത്തെ പറഞ്ഞു തരുന്നു. എന്തുകൊണ്ടാണ് ഇത് ലളിതമായി തോന്നുക എന്നാണെങ്കിൽ മുൻപ് കർമ്മയോഗം ശ്രവിച്ചതുകൊണ്ട് പറയുന്നു. സഹജം കർമ്മ ഹേ കൗന്ദേയ സദോഷം അപി ന ത്യജേത് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിഹി ഇവ ആവൃതാഃ. അല്ലയോ കുന്തിപുത്ര അർജുന, സഹജം കർമ്മ, സഹജമായ, സഹജം എന്ന് പറഞ്ഞാൽ ഗുണത്തിന് അനുരൂപമായ കർമ്മത്തെ സദോഷമപി, അത് ദോഷത്തോട് കൂടിയതാണെങ്കിലും, ഭഗവാൻ ഈ അഭി വയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ആണെങ്കിലും അത് നിന്റെ കാഴ്ചപ്പാടാ. ആണെങ്കിലും എന്ന് പറഞ്ഞാൽ തൽക്കാലം അർജുനൻ ഏത് സ്റ്റാൻഡിൽ നിൽക്കുന്നു അതിനെ അംഗീകരിക്കുകയാണ്. അത് ഇതിന്റെ ഒരു കൗൺസിലിങ്ങിന്റെ ഒരു മർമ്മമാണ് എന്ന് പറയാം. ഇപ്പൊ നമ്മളെടുത്ത് ഒരാള്, ചേട്ടാ എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി ബസ്സിന്ന്. നീ എന്തൊരു വിഡ്ഢിയാണടാ, നീ അല്ലാതെ പേഴ്സ് പോക്കറ്റിന്റെ പിറകിൽ വെക്കോ? ഇങ്ങനെയുള്ള അവനോട് ബസ്സിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോക്കറ്റ് അടിക്കാരുടെ ശല്യമാണ്, അപ്പൊ നീ അല്ലാതെ ഇങ്ങനെ വെക്കോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ അടുത്ത് വരുന്ന ഒരാളോട്, ഓ ശരി, ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോണ്ടല്ലോ എന്തൊരു ആശ്വാസമായിരിക്കും അറിയോ? പക്ഷെ നേരെ മറിച്ചാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിപ്പോ അവനറിയില്ലേ, ഇങ്ങനെയൊരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, എന്റെ മാല പോയി, മാല അപ്പോഴേ എനിക്കറിയാം ഇതിങ്ങനെ ഇട്ട് പോകുന്ന സമയത്ത് അത് പോവാനുള്ളതാണ്. മാല പോയി, ഓട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു മാല മേടിക്കാം. ഏതായാലും സ്വർണ്ണമല്ല, ഞാൻ ഇതുപോലത്തെ വേറൊന്ന് തരാം, ഇല്ലേ? പിന്നെ അത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ഭഗവാൻ, ഈ അർജുനൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡാണ്. അവിടെ നിന്നിട്ട് ഭഗവാൻ പറയുന്നു എന്താണ്? സദോഷമപി. കാരണം ഇതുവരെ അർജുനൻ കാണുന്നത് അതിൽ ദോഷമാണ്. ദോഷമപി, ദോഷത്തോട് കൂടിയതാണെങ്കിലും നത്യജേത്, ത്യജിക്കരുത്, അത് ദോഷമാണ്. നത്യജേത്, അതിനെ ത്യജിച്ചുകൂടാ. ഹി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, എന്തുകൊണ്ടെന്നാൽ സർവാരംഭാഹ, എല്ലാ കർമ്മങ്ങളും, ആരംഭാഹ എന്തൊക്കെ ആരംഭിക്കുന്നുവോ അതെല്ലാം തന്നെ ധൂമേന, പുകയാൽ, അഗ്നിഹി, അഗ്നി എന്ന പോലെ. പുകയാൽ എന്ന് പറഞ്ഞാൽ ധൂമേന എന്ന് പറയുമ്പോൾ പുകയെന്നും ചാരമെന്നും ഒക്കെ. എങ്ങനെയാണോ ധൂമേന അഗ്നിഹി ഇവ എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന പോലെ ദോഷേണ ആവൃതാഹ, ദോഷത്താൽ മൂടപ്പെട്ടവയാണ്. അപ്പൊ അതിനൊരു മറയുണ്ട് എന്ന് പറയാം, ദോഷമാകുന്ന മറ. അത് നീങ്ങിക്കഴിഞ്ഞാലോ പിന്നെ അഗ്നിയാണ് തെളിയുന്നത്. ഇതാണ് ഇതിലെ അഗ്നിവിദ്യ, മറ നീക്കല്, പുക മാറ്റല്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എന്ത്? മുഹൂർത്തം ജ്വലിതം ശ്രേയ. മുഹൂർത്തമാണെങ്കിലും ജ്വലിക്കണം, നതു ധൂമായുധം ചിരം, അല്ലാതെ പുകയലല്ല എന്ന് പറയാം. അതുകൊണ്ട് എന്താണ്? പുക നീക്കി കത്തണം, ആ മറയെ നീക്കേണ്ടതുണ്ട് എന്ന് പറയാം. തുടർന്ന് അസക്തബുദ്ധി സർവത്ര ചിതാത്മാ വിഗതസ്പൃഹഃ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഇവിടെ ഭഗവാൻ പറഞ്ഞു, എന്താ പറയുന്നത്? അല്ലയോ അർജുന, ഏതൊരു കർമ്മത്തിനും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദോഷം കാണാൻ പറ്റും. അതിനാണല്ലോ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം എന്ന്. അതിനെ ന്യായീകരിക്കാനുണ്ട് ആളുകൾ, ആ തള്ളയ്ക്ക് രണ്ട് കിട്ടേണ്ടതാണെന്ന് പറയും. പക്ഷെ എന്നാലും പറയാം, എത്രയായാലും അമ്മയല്ലേ, അമ്മയെ തല്ലാവൂ അല്ലേ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും, ഞാൻ പണ്ടേ വിചാരിച്ചിട്ടുണ്ട് രണ്ട് കിട്ടണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും. ഏത് കർമ്മത്തിലും ഇതുണ്ട് എന്ന് പറയാം. ഇവിടെ നടക്കുന്ന സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞത്തിനും ഉണ്ട് രണ്ടു പക്ഷം. പിന്നെ വേറെ പണിയൊന്നുമില്ല, 108 ദിവസമേ അല്ലേ?
നിങ്ങൾ ഇവർക്ക് എന്താ എത്ര നല്ല കാര്യമാണ്, ആർക്ക്? നിങ്ങൾക്ക് കുറച്ച് പേർക്ക്. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏത് കർമ്മത്തിനും എന്തുണ്ട്? ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും ദോഷമുണ്ട്. ആ സ്ഥിതിക്ക് ദോഷത്തെ ശങ്കിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യും ഇന്നെന്ന ദോഷം ഉണ്ടാകുമല്ലോ എന്ന് ശങ്കിച്ച് നീ ആ കർമ്മത്തെ ഉപേക്ഷിക്കരുത്. നീ കർമ്മം ചെയ്യണം. അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭഗവാൻ പറയുന്നത് എന്തെങ്കിലും ചെയ്യൂ. ഒരു ഇളക്കമുണ്ടല്ലോ, ഒന്നുകിൽ മസിലെങ്കിലും നന്നാവും, ഒന്ന് ഇളകും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. അതെന്താ? അതിലെന്തുണ്ടെങ്കിലും അതിൽ പറയുന്നു എന്താ, എന്ത് തന്നെ ആവട്ടെ എന്ന് പറയാം, അത് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷം. അത് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. എന്താ പറയുന്നത്? അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസാത് അധിഗച്ഛതി സന്യാസേന അധിഗച്ഛതി. സർവത്ര അസക്ത ബുദ്ധി, സർവത്ര എങ്ങും എല്ലായിടത്തും അസക്ത ബുദ്ധി ബന്ധപ്പെടാത്ത ബുദ്ധിയുള്ളവനും ഒട്ടലില്ലാത്ത ബുദ്ധി, താമര നേത്രം. എന്താ? സർവ അംഗങ്ങളും താമരയോട് കൂടിയിട്ടുള്ളത്. കമലാക്ഷൻ, കമലാക്ഷി, പത്മാക്ഷി എന്നൊക്കെയുള്ള മട്ടിൽ. ജിതാത്മാ, ആത്മാവിനെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ ആത്മജയം സാധിച്ചവൻ. ജിതാത്മാ. വിഗതസ്പൃഹ, ആഗ്രഹം ഒഴിഞ്ഞിട്ടുള്ളവൻ. സന്യാസേന, കർമ്മഫല ത്യാഗം കൊണ്ട്. സന്യാസം എന്ന് പറഞ്ഞാൽ അതാണ്, കർമ്മഫലത്തിന്റെ ആ ഫലത്തെ ത്യജിക്കുന്നതിലൂടെ. കർമ്മത്തിന്റെ ത്യാഗമല്ല. എന്തുകൊണ്ട്? കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് ഇവിടെ അത് തന്നെയാണ് എടുക്കേണ്ടത് എന്ന് പറയാം. സന്യാസേന, അത്തരത്തിലുള്ള സന്യാസം കൊണ്ട് പരമാം മുഖ്യമായ പരമമായ നൈഷ്കർമ്മ്യ സിദ്ധിം, നൈഷ്കർമ്മ്യം മോക്ഷപ്രാപ്തി, അധിഗച്ഛതി പ്രാപിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ പരമമായ സിദ്ധിയെ പ്രാപിക്കുന്നു. ആര് പ്രാപിക്കുന്നു? എങ്ങനെ പ്രാപിക്കുന്നു? ആരാണോ ഈ ബുദ്ധിയുള്ളത്? ആർക്കാണ് ഈ ബുദ്ധിയുള്ളത്? ഏത് ബുദ്ധി? ആത്മജയം സാധിച്ചിട്ടുള്ളവൻ, ഒട്ടലില്ലാതെ. ഈ ഒട്ടലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം. സർവത്ര ഗം എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ അല്ലെ? സർവത്ര ഗം. നമ്മളെ സംബന്ധിച്ച് സർവത്ര ഗം എന്നതിനെ നമ്മൾ കാണുന്ന എല്ലായിടത്തും നമുക്കൊരു ഒട്ടലാണ് എന്ന് പറയാം. ആ ഒട്ടല് ഗീത കേൾക്കാൻ ഇരിക്കുന്ന ഇരിപ്പിടം മുതൽ അത് തുടങ്ങും എന്ന് പറയും. തുടർന്ന് സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ഭഗവാൻ 45-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞത് സ്വന്തമായിട്ടുള്ള കർമ്മത്തിൽ തത്പരനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്, ഈ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാന്ന. ഭഗവാൻ 45-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞത് സ്വന്തമായിട്ടുള്ള കർമ്മത്തിൽ തത്പരനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്, ഈ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാന്ന. മറന്നു പോകരുതേ. ചിലത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഏതൊരു സുഖമില്ലല്ലോ, അതിൽ നല്ല ഊന്നല് വേണം. എന്താ പറഞ്ഞത്? അതില് പ്രധാനമായിട്ട് പറഞ്ഞത് ഇതാണ്. ഏതാണ്? 47-ാമത്തെ ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുറുവൻ നാപ്നോതി കിൽബിഷം. അപ്പൊ ഓരോരുത്തരും എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് ആ കർമ്മം ചെയ്തുകൊണ്ട് അതിനെ പ്രാപിക്കാൻ യോഗ്യമാണ് എന്നാണ്. ചുറ്റുപാടിനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാ പറഞ്ഞത്. ഇനി ഭഗവാൻ പറയുന്നത് പിന്നെ അതിലെന്താ വേണ്ടത്? ആസക്തി ഇല്ലായ്മ.
അതും പറഞ്ഞു. അതാണ് മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. തുടർന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞതും അതിനുപായമായിട്ട് പറഞ്ഞതും വിട്ടുപോകരുതെന്ന് പറയാം. അതാണ് ഓർമ്മിപ്പിച്ചത്. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. സിദ്ധിം പ്രാപ്തഃ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേന ഏവ ഹേ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. അല്ലയോ കൗന്ദേയ, കുന്തിപുത്ര, ഭഗവാൻ ഈ കൗന്ദേയ എന്ന് വിളിക്കുമ്പം അർജുനനെ ഓർമ്മിപ്പിക്കുന്ന, നീ ആരുടെ മകനാണ്, എന്തൊരു തപസ്വിനിയായിരുന്നു നിന്റെ അമ്മ. സിദ്ധിം പ്രാപ്തഃ, അവരെ സംബന്ധിച്ച് അവരത് നേടിയിട്ടുണ്ട് എന്ന് പറയാം. എന്തൊക്കെ കർമ്മങ്ങൾ നിങ്ങളുടെ കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരതിനെ പ്രാപിച്ചവരാണ്. സിദ്ധിം പ്രാപ്തഃ, സിദ്ധിയെ എന്ന് പറഞ്ഞാൽ നൈഷ്കർമ്മ്യ സിദ്ധിയെ, പ്രാപ്തഃ പ്രാപിച്ചവൻ, ജ്ഞാനസ്യ ജ്ഞാനത്തിന്റെ, പരാനിഷ്ഠ പരാനിഷ്ഠ പരമമായ അവസ്ഥ, യാ ബ്രഹ്മ യാതൊന്നാണോ ആ ബ്രഹ്മം, യഥാ ആപ്നോതി ഏതൊരു പ്രകാരത്തില് യാതൊരു വിധം പ്രാപിക്കുമോ, ആപ്നോതി എന്ന് പറഞ്ഞ പ്രാപിക്കുമോ, തഥാ അതിനെ സമാസേന അതിനെ ഞാൻ ചുരുക്കമായിട്ട് മേ നിബോധ എന്റെ അടുക്കൽ നിന്ന് നീ അറിഞ്ഞോളൂ. അപ്പൊ നേരത്തെ പറഞ്ഞു തന്നെയല്ലേ ഇത്, അത് തന്നെയാണ്. വീണ്ടും പറയുന്നു. എന്താണ്? സിദ്ധിയെ പ്രാപിച്ചവൻ ജ്ഞാനത്തിന്റെ പരമാവസ്ഥ ഏത് പ്രകാരത്തിൽ പ്രാപിച്ചുവോ, യാതൊന്നാണോ ആ ബ്രഹ്മം, യാതൊരു വിധമാണ് ആ ബ്രഹ്മത്തെ പ്രാപിക്കുക, അത് നീ എന്നിൽ നിന്ന് വീണ്ടും കേട്ടാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അടുത്ത 2 ശ്ലോകങ്ങളില് ഭഗവാൻ ഈ കാര്യം പറയുന്നു. നോക്കാം. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച വിവിക്തസേവീ ലഘ്വാശി യതവാ കായമാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഗീതയിൽ എവിടെയൊക്കെ പാഠഭേദം ഉണ്ട് എന്ന് സ്വാമി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, 1-ാം അധ്യായത്തില് തഥാ ഏവച, 1-ാം അധ്യായത്തിൽ ഏതായിരുന്നു ശ്ലോകം? 11-ഓ 12-ഓ എന്തോ ആണ്. ജയദ്രഥഃ എന്നും തഥാ ഏവച എന്നും 1. 2-ാമത്തെ പാഠഭേദം, അല്ലെങ്കിൽ പാഠഭേദം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രക്ഷിപ്തം, കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് പറയാവുന്ന 13-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. 13-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തെ ഒഴിവാക്കിയാൽ, ഇന്നൊരു ചോദ്യം കണ്ടു, 700 ആണോ 701 ആണോ എന്ന്. അതെ, അത് സ്വാമി പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കാത്ത ആളായതുകൊണ്ടായിരിക്കാം ചോദ്യം ചോദിച്ചത്. ഏതായാലും ഈ അവസരത്തില് ആ ചോദ്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ 700-ഉം ആ ചോദ്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ 701. പിന്നെ ഇവിടെ എന്താണ്? അതെ, വിവിക്തവാസി എന്നും വിവിക്ത സേവി എന്നും, ഒരു വാസി എന്നും സേവി എന്നും ഒരു ചെറിയ പാഠഭേദം. എന്തിനാ സ്വാമി ഇങ്ങനെ പാഠഭേദം എന്ന് ചോദിച്ചാൽ, ഏതോ ഓരോ സമയത്ത് ഓരോ കാലത്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് വരികയാണല്ലോ. എന്തായാലും ഇത്രയൊക്കെയല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആശ്വസിക്കാം എന്ന് പറയാം. ഇത്രയും പഴക്കമുള്ള ഒരു സാധനത്തിന്, അതും അതിന്റെ സാരം ചോർന്നു പോകുന്ന വിധത്തിലല്ല, അതിനെ തിരിച്ചും മറച്ചും വയ്ക്കാൻ പാകത്തിനല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വാസി എന്നും സേവി എന്നും പറഞ്ഞാൽ രണ്ടും അതിന്റെ സാരം ഒന്ന് തന്നെയാണ് പറയാം. അപ്പൊ വിവിക്തവാസി എന്നുള്ളവര് വാസി എന്ന് വായിച്ചോളൂ, സേവി എന്നുള്ളവര് സേവി എന്ന്. ലഘ്വാശി യഥവാക്കായ മാനസഃ ധ്യാനയോഗപരഃ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ
അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പതേ. വിശുദ്ധയ സാത്വികമായ പരിശുദ്ധമായ ബുദ്ധിയോട് യുക്ത കൂടിയവനായി, പരിശുദ്ധമായ സാത്വികമായ ബുദ്ധിയോട് കൂടിയവനായി എന്ന് പറയുമ്പം നമ്മൾ എന്താ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ എന്തൊക്കെയാണോ സാത്വികമായ ബുദ്ധിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഓർക്കുക. ധൃത്യ ധൈര്യം കൊണ്ട്, സാത്വിക ആ ധൈര്യം കൊണ്ട്, ആത്മാനം നിയമ്യ, ആത്മാനം മനസ്സിനെ നിയമ്യ കീഴടക്കിയിട്ട് നിയമനം ചെയ്തിട്ട്, ഇന്ദ്രിയഗ്രാമം സംനിയമ്യ എന്ന് 12-ാം അധ്യായത്തിൽ കണ്ടില്ലേ. കീഴടക്കുകയും എന്ന് പറഞ്ഞാൽ കീഴടക്കുകയും, ശബ്ദാദീൻ വിഷയാൻ, ശബ്ദം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ, ശബ്ദസ്പർശ രൂപരസ ഗന്ധാദി വിഷയങ്ങളെ ത്യക്ത്വ ത്യജിച്ചിട്ട് എന്ന് പറയുമ്പം ഗീതയിൽ എപ്പോഴും ഓർമ്മ വേണം, ഉപേക്ഷിച്ചിട്ട് എന്നതിലുപരി അപ്പുറത്ത് ഒരു പടി മുകളിൽ എന്നാണ്. അതായത് വിഷയങ്ങൾക്ക് ഉപരി അതിന്റെ മുകളിൽ നിലകൊള്ളണം എന്ന് പറയാം. ത്യക്ത്വ ത്യജിച്ചിട്ട് രാഗദ്വേഷവും വ്യുതസ്യ, രാഗദ്വേഷങ്ങളെ പൂർണ്ണമായി വ്യുതസ്യ എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് എന്ത് വേണം? വിവിക്തവാസി അല്ലെങ്കിൽ വിവിക്ത സേവി. വിജനതയെ, വിജനവാസിയായിരിക്കണം. ഏകാന്തതയെ ഏകാന്തതയിൽ വസിക്കണം. അപ്പൊ നമ്മുടെ ശാന്തി ഇതുകൊണ്ടൊന്നും ഉണ്ടാകുന്നതോ ഇല്ലാതെയാകുന്നതോ ആകരുത് എന്ന് പറയാം. ഒന്നിന്റെയും സാന്നിധ്യവും അസാന്നിധ്യവും നമ്മുടെ ശാന്തിയെ ഉണ്ടാക്കാനോ ഇല്ലാതെയാക്കാനോ പോകുന്നതാകരുത്. അതിനെന്തു വേണം? ലഘ്വാശി, അല്പാഹാരം. നമ്മൾ ശങ്കരനിലയത്തിൽ പോയപ്പം പഠിച്ചു അല്ലേ? എന്താ പഠിച്ചത്? സാധ്വന്നം നതു യാജ്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. മാത്രമല്ല എങ്ങനെ വിശപ്പിനെ എന്തായിട്ട് കാണണം? എന്താ പഠിച്ചത്? എന്താണ്? രോഗമായിട്ടല്ലേ? അതൊരു രോഗമാണ്. അപ്പം ഭക്ഷണം എന്താണ്? ഔഷധമാണ്. ഭിക്ഷൌഷധം ഭുജ്യതാം, ഭിക്ഷൌഷധം ഭുജ്യതാം. സാധ്വന്നം നതു യാജ്യതാം. അതിന് ഉപ്പില്ല മുളകില്ല എന്നൊന്നും പറയരുത്. മാത്രമല്ല അതിന് കുറയ്ക്കണം എന്ന് പറയാം. ലഘുവാശി, അല്പാഹാരാവണം. പറയുന്ന സ്വാമി കുറവാണ് കേട്ടോ കഴിക്കാറ്. കഴിക്കാൻ ഒരുപാട് സാധിക്കുമെങ്കിലും നമ്മള് പിന്നെ എങ്ങനെ തരും ഓരോരുത്തര്? അയ്യ, അതൊന്നും മുഴുവൻ കഴിക്കാറില്ല. ലഘുവാശി, അല്പാഹാരം. യഥവാക്കായ മാനസഹ, വാക്ക്, ശരീരം, മനസ്സ് ഇതിനൊരു സാമ്യം ഉണ്ടായിരിക്കണം എന്ന് പറയാം. ഇവര് തമ്മിലൊരു പാരസ്പര്യം ഉണ്ടായിരിക്കണം. ശരീരവും മനസ്സും വാക്കും, വാക്കും ശരീരവും മനസ്സും. ഇതിന്റെ അടക്കം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ചേർച്ചയാണ്. അടക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ചേർച്ചയാണ്. ചേർച്ചയില്ലെങ്കിലാണ് ഇത് എന്തെങ്കിലുമൊക്കെ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. എന്നിട്ടോ നിത്യം എന്നും ധ്യാനയോഗപരഹ, ധ്യാനയോഗ നിഷ്ഠനായിക്കൊണ്ട് വൈരാഗ്യം, വൈരാഗ്യത്തെ സമുപാശ്രിത, സമ്യക് ഉപാശ്രിത, നല്ലവണ്ണം ആശ്രയിച്ചിട്ട് എന്താണ്? അഹങ്കാരം, അഹം കർത്ത, അഹം ഭോക്ത ഇതി ഭാവ, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ബലം, ശക്തിയെ, ദർപ്പം, ദർപ്പത്തെ, കാമം, കാമത്തെ, ക്രോധം, ക്രോധത്തെ, പരിഗ്രഹം, തന്റേതെന്നുള്ള ഭാവനയെ, നിരന്തര ഭാവന, ഇതിനെയൊക്കെ വിമുച്യ, ഇതിൽ നിന്നൊക്കെ മോചിച്ചിട്ട്, ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിർമ്മമ, ഒന്നിനോടും മമത്വമില്ലാതെ നിർമ്മമനായിട്ട്, ശാന്ത,
ശാന്തനായി ഇരിക്കുന്ന ആരെങ്കിലും ഈ ദുനിയാവിലുണ്ടെങ്കിൽ ബ്രഹ്മഭൂയായ കൽപ്പതേ. അവൻ ദുനിയാവിൽ നിന്ന് അതിലില്ല. അതൊരു അറബിക്ക് വേർഡാണെന്ന് പറയാം. ബ്രഹ്മഭൂയായ കൽപ്പതേ. അവൻ ബ്രഹ്മത്തിന്, ബ്രഹ്മഭാവത്തിന്, സമാധി അനുഭവത്തിന് യോഗ്യനായി ഭവിക്കുന്നു. അപ്പൊ സമാധി അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെന്തായിരിക്കാം കാരണം? ഇതാ ശ്ലോകം എടുത്തു വെച്ച് നോക്കിക്കോളൂ. ഇതിലെന്തൊക്കെയോ സംഗതികൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇതെപ്പോഴാണോ വിട്ടുപോകുന്നത് അപ്പൊ നമ്മൾ യോഗ്യരാകുന്നു, ആരാധനയ്ക്ക് യോഗ്യരാകുന്നു. ഓർമ്മയുണ്ടല്ലോ കരിങ്കൽ കോറിയില് 2 കരിങ്കല്ലുകൾ താഴെ വീണതും സർവേക്കുറ്റിയാവുന്നതും വിഗ്രഹമാകുന്നതും ഇല്ലേ? വിഗ്രഹത്തിൽ എന്താ സംഭവിച്ചത്? അനാവശ്യമായ ഭാഗങ്ങളെ അടർത്തി മാറ്റുകയാണ് ശില്പി ചെയ്യുന്നത്. വ്യാസഭഗവാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മിലെ അനാവശ്യമായ ഘടകങ്ങളെ, അതിനെ അടർത്തി മാറ്റുന്നതിലൂടെ നമ്മളൊരു മനോഹരമാർന്ന രൂപമാകുന്നു. എന്താണോ നമ്മുടെ ശരിയായ രൂപം, ആ രൂപത്തിലേക്ക് നമ്മൾ വരുന്നത് ഇത് മാറുമ്പോഴാണ് എന്ന് പറയാം. ഇത് മാറും. അല്ലെങ്കിൽ ഇത് ഉണ്ടെങ്കിലോ, ഇത് കൂടെ ഇരിക്കുമ്പോഴാണ്. അത് സ്വാമി ഒരിക്കൽ നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് ഓർത്ത് നോക്കൂ. പ്രകൃതിയുടെ ഒരു നല്ലൊരു ചിത്രം, ഒരു ദൃശ്യം നമ്മളത് കാണുകയാണെങ്കിൽ അതിലൊരാള്, ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരുവന് അതിൽ കാണുമ്പോൾ നമുക്കൊരു ഒരു പൂർണ്ണത ഇല്ലാതെ പോലെ തോന്നില്ലേ അല്ലേ? നല്ലൊരു എന്താ പറയാ, ഒരു മാനസ സരസ്. ആ മാനസ സരസിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുക ഒരാൾ, ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ കൈലാസത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ അതിന്റെ മുൻപിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ആ മാനസ സരസിന്റെ സൗന്ദര്യം മുഴുവൻ കളഞ്ഞു എന്ന് പറയാം. അതേപോലെ നിരഹങ്കാരിയായ നിർമ്മമനായ ഒരു യോഗിയാണ്, അല്ലെങ്കിൽ അവിടത്തെ പച്ചയായ ഒരു ഗ്രാമീണനാണ് ഒരു വടിയും പിടിച്ച് നിൽക്കുന്നതെങ്കിൽ അതിനൊന്നുകൂടെ സൗന്ദര്യം ഉണ്ടാവും എന്ന് പറയാം. നമ്മുടെ അഹങ്കാരം നമ്മുടെ ഛായാചിത്രത്തിൽ പോലും പ്രതിഫലിക്കുന്നു പറയാം. അത്രയും കരുത്തുണ്ടാകണം. നിഷ്കളങ്കനായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ അടുത്ത് ഏറ്റവും ചേർന്ന് നിൽക്കാൻ യോഗ്യരായിട്ടുള്ള കുട്ടികളാണ്. എന്തുകൊണ്ടാണ്? അഹങ്കാരമില്ല. നേരെ വെച്ച് ഒരുത്തനിങ്ങനെ പൂവൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇല്ലേ? അപ്പൊ അഹങ്കാരം വരുമ്പം അത് പ്രകൃതി, ആ ബ്രഹ്മഭാവത്തിന് യോഗ്യനല്ലാതായി ഭവിക്കുന്നു എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് നമ്മളെ മാറ്റുകയാണ്. അതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ തന്നെ, ധാരാളം. ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ നമ്മുടെ അഹങ്കാരം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇതിനെ നേടുന്നതിന്, അനുഭവിക്കുന്നതിന് നമുക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാലോ പിന്നെ നമ്മളും പ്രകൃതിയും തമ്മിൽ പിന്നെ നമ്മൾ ഒരു ഇണക്കം വരും എന്ന് പറയാം. ആ ഒരു ഇണക്കമാണ് ഇപ്പൊ ഇല്ലാത്തത്. ആ ഇണക്കം ഇല്ലാത്തതിന് കാരണം എന്താ? ഒരുപാട് ഭയമുണ്ട്. ഒന്ന് മരണഭയം, മരിച്ചു പോകുമെന്നാ. ഒരു കടൽ തീരത്തേക്ക് പോലും പോകുമ്പോൾ നമ്മൾ ഭയത്തോട് കൂടിയിട്ടാ പോകുന്നത്. ഇത് എന്നെ പിടിക്കണേ, എന്നെ സാരി പിടിച്ചോളൂ. പിടിക്കുന്നുണ്ടോ? എന്നാ ഞാൻ ഒന്ന് എന്നാ അത് അനുഭവിക്കണമെന്നുണ്ട്. എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നു. നമ്മൾ സമുദ്രത്തിലേക്ക് ഒന്ന് കാല് നനയ്ക്കാൻ പോകുമ്പോൾ അല്ലേ? ഇനി എവിടെയെങ്കിലും ഒരു കുരങ്ങന് ഒരു പഴം കൊടുക്കാൻ പോകുമ്പോൾ ഒരു പേടിയാ, അവൻ കടിക്കുമെന്ന്. അങ്ങനെ പേടിച്ചോണ്ട് പോകുമ്പോൾ കുരങ്ങനും അത് നമ്മളെടുത്ത് മേടിക്കാൻ ഒരു പേടി. എന്നേക്കാൾ വലിയൊരു കുരങ്ങന് ഇത് ഏതാ? കാരണം ഇതിന്റെ അഹങ്കാരമുണ്ട്. എന്നാ കൊടുക്കും വേണം. ആ അഹങ്കാരമില്ലാത്ത ഈ കുട്ടികളൊക്കെ ചില സമയത്ത് പാമ്പുകളോടൊക്കെ പാമ്പിനെയൊക്കെ പോയിട്ട് പിടിക്കും, എന്നാലും അവരെ കടിക്കില്ല. എത്രയോ കുട്ടികളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് കുട്ടികൾ നോക്കുന്ന സമയത്ത് പാമ്പായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കളിക്കുക. ചില കുട്ടികൾ നായയുടെ വായിലൊക്കെ കൈയിട്ട് പൂച്ചയൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷെ ആ ജീവിക്ക് അറിയാം അതിലൊരു സ്നേഹമൊക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ള ഒന്നാണ് പൂച്ചയുടെ കുട്ടിയെ കടിച്ചു കൊണ്ടുപോകുന്നത്. എത്ര കൂർത്ത പല്ലുകളാണ് അതിനില്ലേ?
പക്ഷെ എന്താണ് ആ പ്രേമമുണ്ട് എന്ന് പറയാം. ആ പല്ലിന്റെ തുഞ്ചത്ത് നിറയെ പ്രേമമുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹം അങ്ങോട്ട് ഒഴുക്കിയിട്ട് അങ്ങോട്ട് കടിച്ചു കഴിഞ്ഞാൽ അതിന് വേദന ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് വേദനിക്കുമല്ലോ. അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കളിക്കും, ങ്ങിയാവും ങ്ങിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ആ തള്ള അതിനെ കടിച്ചു കൊണ്ടുപോകും, അതിനൊന്നും സംഭവിക്കുന്നു. അതൊക്കെ ആ പാരസ്പര്യത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതേ സമയത്ത് നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ജീവിയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കഥ കഴിഞ്ഞു. ചില ലവ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും, എന്നിട്ട് കയ്യിൽ വെച്ചു, ഓ എന്തൊരു ഇതാ, പിറ്റേന്നത്തേക്ക് അത് ഇവന്റെ കൈ തൊട്ടതോടുകൂടി രാവിലെ നോക്കുമ്പം ലവ് ബേർഡ് രണ്ടും കഴിഞ്ഞു. അതുകൊണ്ട് ബ്രഹ്മഭൂയായ കൽപ്പത്തെ ആര്? സ്വാമി നിങ്ങളോട് പറഞ്ഞു തരാം, നോക്കൂ, ഇതൊക്കെ അങ്ങോട്ട് ചമ്രം പടിഞ്ഞിരുന്ന് അങ്ങോട്ട് കൂർക്കല്ല, ഈ പ്രാണനെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്ത് കുറെ അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ കിട്ടുമെന്നില്ല. ഇവിടെ ആവർത്തിച്ച് ഭഗവാൻ പറയുന്നത് ഈ ഒരു അഹങ്കാരത്തെ, ദർപ്പത്തെ, കാമത്തെ, ക്രോധത്തെ, ഇതിനെയൊക്കെ ഒന്ന് വിമുച്ചിയ ഉപേക്ഷിച്ചാൽ നാം ബ്രഹ്മഭാവത്തിന് അധികാരികളാണ്, അധികാരിയായി ഭവിക്കുന്നു എന്ന് പറയാം. എന്താ ബ്രഹ്മം കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം പറയുന്നു ഗീത. അതിന്റെ കലാശക്കൊട്ടിലേക്ക് എന്താ വരികയാണ്. നമുക്കതിനെ വരുന്ന ദിവസങ്ങളിൽ കാണാം. സമാധി അനുഭവത്തിന് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത്? ആരാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത്? ഭഗവാൻ ഇവിടെ വളരെ ലളിതമായിട്ട് പറഞ്ഞു കാര്യം. അതായത് സത്യം ഏറ്റവും ലളിതമാണ് എന്ന് പറയാം. രമണ മഹർഷി പറയും, ലോകത്തിൽ എന്തെങ്കിലും ലളിതമായിട്ടൊന്നുണ്ടെങ്കിൽ ഏറ്റവും ലാളിത്യമാർന്നത്, അത് പ്രാപിക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ളത് അത് സത്യമാണ് എന്ന് പറയാം. ബാക്കിയെല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് അങ്ങേയറ്റം ലളിതമാണെന്നാണ്. അത് വെറുതെ ഒരുപാട് യുക്തി കൊണ്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ സങ്കീർണമാക്കുക. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്താ പറഞ്ഞത്? വിവിക്തവാസി, വിജനവാസി അല്ലെങ്കിൽ വിജനതയെ സേവിക്കുന്നവൻ, ലഘ്വാശി, അല്പാഹാരം, അതേസമയം മിതമായ ഭാഷണം, മൗനം. മൗനം ഇവിടെ ഭഗവാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മൗനം നമുക്ക് പല വിധത്തിലുള്ള മൗനം ഉണ്ടല്ലോ. ഈ മൗനത്തിന്റെ വേരുകൾ പോയിരിക്കുന്നത് നമ്മുടെ ബോധത്തിലേക്കായിരിക്കണം എന്ന് പറയാം. അല്ലാതെ വേരുകള് വിദ്വേഷത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് മൗനമാകുന്നില്ല. പലപ്പോഴും നമ്മൾ മൗനം എടുക്കാറുണ്ട്. അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ സംസാരിക്കില്ല, മിണ്ടില്ല. പിന്നെ അവസാനം അവർ തീരുമാനിച്ചു, ഏതായാലും അദ്ദേഹം രാത്രിയാണ് വഴക്ക്, അത് മിക്കവാറും അങ്ങനെയായിരിക്കുമല്ലോ. അപ്പോ രാവിലെ ഏതായാലും എന്തോ എന്തോ കാര്യത്തിന് പോകും, ഇന്റർവ്യൂ അല്ല എന്തോ ഓഫീസ് സംബന്ധമായിട്ട് അതികാലത്ത് എഴുന്നേറ്റ് പോകണം, 5:30 മണിക്ക്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ രാവിലെ എന്നെ 5:30 മണിക്ക് വിളിക്കണം എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല, കാരണം ഇവര് ചണ്ട കൂടിയിട്ടിരിക്കുക. അല്ലെ എഴുതി വെച്ചത്? അതെ, ഉണ്ടായിട്ടുണ്ടല്ലേ. അത് അമ്മയുടെ കാര്യമായിരുന്നോ? ആ അതെ, 5:30 അവര് അതുപോലെ ചിട്ടി അവിടെ വെച്ചു. എന്താ വെച്ചത്? രാവിലെയായി എഴുന്നേറ്റോളാൻ. അതറിയുന്നത് 7 മണിക്കാണെന്ന് പറയാം. അപ്പൊ ഈ മൗനം, നമ്മുടെ ഭഗവാൻ ഇവിടെ മൗനം പറയുന്നത് അതിന്റെ വേരുകൾ അവബോധത്തിലേക്കാണ്, ബോധത്തിലേക്കാണ് എന്ന് പറയാം. അവിടേക്ക് ആഴ്ത്തി ഇറക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മുനിയുടെ ഭാവം ഉണ്ടാവുന്നത് എന്ന് പറയാം. അപ്പൊ ലഘുവാശി എന്ന് പറയുന്നതിൽ എല്ലാം ചേർത്തോളണം. മിതമായിട്ടുള്ള ആഹാരം, മിതമായ ഭാഷണം എല്ലാം. ഇവിടെ ഗീതയ്ക്ക് പറയാനുള്ളത് അത് അങ്ങേയറ്റം ലളിതമാണ്. അതിലാകെ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത്, വിമുച്യ വിടേണ്ടതായിട്ടുള്ളത് എന്താണ്? പരിഗ്രഹം, ക്രോധം, കാമം, ദർപ്പം, ബലം, അഹങ്കാരം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ പൂട്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. സത്യത്തിന്റെ പൂട്ട് തുറക്കല് വളരെ എളുപ്പമാണ്, അതത്ര സങ്കീർണമല്ല എന്ന് പറയാം.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു അമേരിക്കൻ മജിഷ്യൻ ഉണ്ട്, എന്താ ഹാരി ഹൂഡിനിയോ എന്തോ പറഞ്ഞിട്ട്, അതെ ഹൂഡിനിന്നൊക്കെ പറയും. വളരെ പ്രസിദ്ധനാണ്, ഇപ്പൊ ഇല്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എസ്കേപ്പ്, അദ്ദേഹം എന്താന്ന് പറയാ, പൂട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളാണ്. ഏത് വിധത്തിൽ പൂട്ടിയാലും അദ്ദേഹം പുറത്തു കിടക്കും. അദ്ദേഹത്തിനെ കടലിലൊക്കെ കെട്ടി താഴ്ത്തിയിട്ടുണ്ട്, എത്രയോ പൂട്ടിട്ടിട്ട് അദ്ദേഹം നിമിഷങ്ങളെ കൊണ്ട് അദ്ദേഹം പുറത്തു കിടക്കുന്നു പറയും. ജയിലുകളിലൊക്കെ, പല ജയിലുകളിലും പൂട്ടിയിട്ടിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ അദ്ദേഹം മിനിറ്റുകളെ കൊണ്ട് പുറത്തു കിടന്നിട്ടുണ്ട്. പക്ഷെ ഇറ്റലിയിൽ ഒരിക്കൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയില്ല. അദ്ദേഹത്തെ ഇതുപോലെ ഒരു അറയ്ക്കുള്ളിലിട്ട് പൂട്ടി. പക്ഷേ 3 മിനിറ്റാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ആള് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിയർത്തൊലിച്ച് വരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു പരാജയമായിരുന്നു. ആളുകളൊക്കെ ചോദിച്ചു എന്താ പറ്റിയതെന്ന്. അവരെന്നെ പറ്റിച്ചു എന്ന് പറയാം. കാരണം പൂട്ടില്ലായിരുന്നു എന്ന് പറയാം. ഇത് സംഭവമാണ്, ഉള്ളതാണ്. ഇല്ലാത്ത പൂട്ട് തുറക്കാൻ ലോകപ്രശസ്തനായ ഹൂഡിനിയെ പോലൊരാള് ശ്രമിച്ചിട്ട് സാധിച്ചില്ല എങ്കിൽ നമ്മളും ഇത് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇത് വലിയൊരു ഓർമ്മ വയ്ക്കേണ്ട ഒരു കഥയാണ്, സംഭവ കഥയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തെ ഏത് പ്രകാരത്തിലൊക്കെ വേണമെങ്കിൽ ആക്കി മാറ്റാനും പല കഴിവുകളും ഉള്ള ഒരാളാണ്. അതൊരു കൺകെട്ടല്ല, അതൊരു കഴിവാണത്. പക്ഷെ പൂട്ടാത്തൊന്ന് അദ്ദേഹം എങ്ങനെ തുറക്കും? ഭഗവാൻ പറയുന്നത് അത്യന്തം ലളിതം. ഒരു സങ്കീർണതയും ഈ വിഷയത്തിൽ ഇല്ല. പക്ഷെ നാം സങ്കീർണമാക്കുന്നു. ഇവിടെ ഇത്രയും കാര്യം ഓർത്താൽ മതി എന്ന് പറയാം. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്യ, ഉപേക്ഷിച്ചിട്ട് നിർമ്മമഃ ശാന്തഃ, നിർമ്മമനായിട്ടുള്ള ശാന്തനായിട്ടുള്ള അവൻ ബ്രഹ്മഭൂയായ കൽപ്പതേ, ആ മോക്ഷത്തിന്, സമാധി അനുഭവത്തിന്, സത്യസാക്ഷാത്കാരത്തിന് അവൻ യോഗ്യനായി ഭവിക്കുന്നു. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ബ്രഹ്മഭൂതഃ പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. എന്താണ് അതിന്റെ പ്രയോജനം? ബ്രഹ്മഭൂതഃ, ബ്രഹ്മത്വം പ്രാപിച്ചിട്ട് ആ സാക്ഷാത്കാരം നേടിയിട്ട് പ്രസന്നാത്മാ, അതായത് ആത്മപ്രസാദം ലഭിച്ചിട്ടുള്ളവൻ, ന ശോചതി, അവൻ ഒന്നിനും ദുഃഖിക്കുന്നില്ല. ഒന്നിനെക്കുറിച്ചും അവന് യാതൊരു പരാതിയുമില്ല. നാരദ ഭക്തിസൂത്രത്തിൽ നാരദര് ഭക്തിയായിട്ട് പറയുന്നത് ഇതിനെയാണ്. യൽ ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി എന്നൊക്കെ പറയുന്നു. അവിടെ പറയുന്നു ന ശോചതി, പിന്നെ അവന് ഒരു ദുഃഖവും ഒന്നിനെ കുറിച്ചുമില്ല. ന കാംക്ഷതി, സൂത്രം തന്നെ എവിടെയും ഭഗവാൻ പറയുന്നത് ന കാംക്ഷതി, പിന്നെ എന്തെങ്കിലും വേണമെന്ന ആഗ്രഹം ഇല്ല എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇവിടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. ന കാംക്ഷതി. ഭൂതേഷു സമ, ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും സമഭാവന ഉള്ളവനായിട്ട് പരാം മത് ഭക്തിം ലഭതേ, പരാം ഉത്തമമായ മത് ഭക്തിം എന്റെ പരാഭക്തിയെ അവന് ലഭതേ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അവന് ലഭിക്കുന്നു. അപ്പൊ എന്തിനാണ് സാക്ഷാത്കാരം? അതും പറഞ്ഞിരിക്കുക. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് മരണത്തിന് തൊട്ടു മുൻപ് ഇനി ഒരു ശരീരം എടുക്കാതെ, ചിലരൊക്കെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ കേട്ടിരിക്കുന്നു. പലരും അങ്ങനെയാ പറയുന്നത്, ഇനി എനിക്കൊരു ജന്മം വേണമെന്നില്ല, കാരണം ഇതുകൊണ്ട് എനിക്ക് മതിയായി. ഇല്ലേ, പറയാറില്ലേ? ഈ ജന്മം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സ്വാമി. അവസാനം ഭഗവാനും എല്ലാം സംഗ്രഹിക്കുമ്പം പറഞ്ഞത് ചിലതൊക്കെ നമ്മൾ സംഗ്രഹിക്കണമല്ലോ.
ഈ ജന്മം എനിക്ക് മതിയായി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാ? എന്റെ ചുറ്റുപാടുമായിട്ട് ഞാൻ പറഞ്ഞത് കുട്ടികൾ അനുസരിക്കുന്നില്ല, ഞാൻ പറഞ്ഞത് ഭാര്യ അനുസരിക്കുന്നില്ല, ഇങ്ങനെ എനിക്ക് മതിയായി എന്ന് പറയാം. അപ്പൊ എന്റെ വ്യക്തിബന്ധങ്ങളിൽ ഞാൻ ആരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അവരൊക്കെ എനിക്ക് ശത്രുക്കളാണ്, എനിക്കെതിരാ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇത് മതി എന്ന്. അങ്ങനെ എവിടെ പറയുമ്പോഴും ഒക്കെ അങ്ങനെയാ പറയാ. രണ്ടുപേരും വഴക്കാണ് എപ്പോഴും. സുഹൃത്തിനോട് പറഞ്ഞു, ഒന്നും പറയണ്ട, ഞായറാഴ്ച എന്റെ എന്നുള്ളത് പോലെ തന്നെ, എല്ലാ ഞായറാഴ്ച പോലെ തന്നെ അടി. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പിരിച്ചു പോവാന്ന്. എന്നാ അത് കേൾക്കണ്ടേ കഴുത. പറഞ്ഞു സിനിമയ്ക്ക് പോകണം. അങ്ങനെയാണ് സുഹൃത്തിനോടും പറയുന്നത് ഭാര്യയെക്കുറിച്ച്. അവർക്ക് സിനിമയ്ക്ക് പോയേ പറ്റുമെന്ന്. പക്ഷെ സുഹൃത്ത് വേഗം കാര്യം അവസാനിപ്പിച്ചു എന്ന് പറയാം. അദ്ദേഹം ചോദിച്ചു ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ പോയത് എന്ന്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്ന് പറയാം. നിങ്ങൾ ഏത് സിനിമയാണ് കണ്ടത് എന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് അതെ മനസ്സിലായിട്ടും ഉണ്ടാതിരിക്കായിരിക്കാം. അതിങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങൾ, അതിനെ വെച്ച് നാം ഈ ജീവിതം ഇനി എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. വേറെ എന്ത് കാരണം കൊണ്ടാ? വേറെ എന്ത് കാരണം കൊണ്ടാ? ഇവിടെ വേറെ എന്ത് കാരണം ഉള്ളത് പറയാൻ? എനിക്ക് ഈ സൂര്യനെ കണ്ടിട്ട് ബോറടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ചന്ദ്രൻ, ഈ നക്ഷത്രങ്ങള്, പർവ്വതം, ഈ നദി, ഈ ജീവജാലങ്ങള് മതിയായി എനിക്കെന്ന് പറയാം. ഒരു രസവും ഇല്ല. അതുകൊണ്ട് ജീവിതം മതി എന്ന് പറഞ്ഞത്. ഇനി എനിക്ക് ജനിക്കുകയേ വേണ്ട. അത് ഇനി ജന്മം എടുക്കാതെ കഴിയുന്നതിനെയാണ് മോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികൾ അതിനെയൊക്കെ തിരുത്തുന്നുണ്ട്. ഞാൻ നായയായിട്ട് ജനിക്കാൻ റെഡിയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ നിശ്ചയിക്കരുത്. അപ്പൊ ഭഗവാൻ ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞിട്ട് ആ മോക്ഷം നേടിയവന്, ആ സമാധിയെ പ്രാപിച്ചവന് എന്താണ് അവന് ഈ ലോകത്ത്, എങ്ങനെയാണ് അവൻ ലോകത്തോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ലോകത്തിൽ അവൻ എങ്ങനെ ജീവിക്കുന്നു, തുടർന്ന് എങ്ങനെ ജീവിക്കുന്നു, അതാണ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞത്. എന്താണ്? അവന് ദുഃഖമില്ല. അവന് ദുഃഖമില്ല. അവന് പ്രത്യേകിച്ച് ഒന്നിലും ഒരുപാട് ആഗ്രഹങ്ങളില്ല. കാരണം മറ്റു മൃഗങ്ങൾക്കൊന്നും ഇതില്ലാത്തതാണ്. അപ്പൊ പ്രകൃതിയിൽ നമുക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, വേറെ ഒരു ജീവജാലങ്ങൾക്കും ഇല്ല. അതുകൊണ്ട് അവർക്ക് മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് മോക്ഷത്തിലാണ്. പലപ്പോഴും ആചാര്യന്മാര് ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ വെച്ചെങ്കിലും. ശങ്കരാചാര്യസ്വാമികള് വിവേക ചൂടാമണി തുടങ്ങുന്നത് ജന്തുനാം നരജന്മ ദുർലഭം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ജന്തുക്കളിൽ ഞാൻ ശ്രേഷ്ഠൻ തന്നെ, ദുർലഭമാണെന്ന്. പക്ഷെ നമ്മൾ ഈ ജന്തുവിൽ നരനാവണം, അല്ലെങ്കിലോ അല്ലേ? അല്ലെങ്കിൽ കഷ്ട. കാരണം ഒന്നുകിൽ ജന്തു ആവണം, ജന്തുവായ രക്ഷപ്പെട്ടു. ഇത് രണ്ടിന്റെ ഇടയിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് വളരേണ്ടതുണ്ട്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. അവർക്കതിന് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞം ഇത് നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും വളർത്തുന്ന നായയോടോ അല്ലെങ്കിൽ കോഴിയോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല എന്ന് പറയാം. കാരണം അതിന്റെ ആവശ്യമില്ല അവർക്ക്. സമാധി അവസ്ഥയൊന്നും ആവശ്യമില്ല. സമാധി അവസ്ഥയിൽ തന്നെയാണ് കോഴികളും കാക്കകളും പൂച്ചകളും എല്ലാം. കാരണം അവർക്കൊന്നും ഇത്തരത്തിലുള്ള വേവലാതികളൊന്നുമില്ല. നമ്മുടെ വേവലാതികൾ, നമുക്ക് കുട്ടികളോടുള്ള വേവലാതികൾ എന്തൊക്കെയല്ലേ? അവർക്കുണ്ടോ അത്? അതുകൊണ്ട് നമുക്ക് ഈ മോക്ഷത്തെ പ്രാപിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ദുഃഖിക്കേണ്ട. അപ്പൊ ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കാതിരിക്കുന്ന ഒരവസ്ഥ മരണാനന്തരം എവിടേക്കുള്ളതാണ്? ചോദ്യതാണ്. മരിച്ചു കഴിഞ്ഞിട്ടല്ല ഇത്, ഇവിടെ ഇപ്പൊ തന്നെ, വളരെ നേരത്തെ. ഈ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാണ്? 99 വയസ്സിലാണോ ആഗ്രഹം? അതുകൊണ്ട് വേദാന്തത്തിൽ പറയുന്ന മോക്ഷം എന്ന പദവി നേടേണ്ടത് ജീവിതത്തിന്റെ ഏറ്റവും അവസാനമാണോ? അല്ല.
ഒന്നിനെക്കുറിച്ചും ആഗ്രഹം. ഇതൊക്കെ എത്ര കേട്ട് കഴിഞ്ഞാലും വീണ്ടും സംശയ. സ്വാമി, ഓ ആഗ്രഹല്ലേ സ്വാമി നമ്മളെ കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യിക്കുന്നത്? അതെ, എന്നിട്ടോ വീണ്ടും കർമ്മയോഗത്തിലേക്ക് വരേണ്ടി വരും. എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു കൂട്ടി? എന്തൊക്കെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു? അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്റെ ആഗ്രഹങ്ങൾ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. നകാംക്ഷതി, ഒന്നിനെ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും അതെങ്ങനെയാണെന്ന് ശ്രമം നടത്തും. പറയാം. അല്ല, ഞാൻ ആലോചിക്കുക, എന്താ ഈ സ്വാമിക്ക് ഒരു ആഗ്രഹങ്ങളും ഇല്ല? അത് പറയുന്നുണ്ട് സ്വാമി, അതിനൊരു അവസരമുണ്ട്. പറയാം. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയും. ഭൂതേഷു സമ, ഇതെപ്പോഴാ വേണ്ടത്? എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടിവർഗങ്ങളെയും സമമായി കാണാനുള്ളത് മരണാനന്തരാണോ? അല്ല. അത് വളരെ പ്രായം കഴിഞ്ഞ് 99 വയസ്സിലാണോ കാണേണ്ടത്? അല്ലെങ്കിൽ 70 വയസ്സിന് ശേഷമാണോ സർവഭൂതങ്ങളും സമമാണ് എന്നറിയേണ്ടത്? അല്ല. പരാമത് ഭക്തിം ലഭതേ, അവൻ ആ ഉത്തമമായ പരാഭക്തിയെ ലഭിക്കുന്നു. ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സമത്വ ദർശനം. ഭഗവാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവൻ എന്താണ്? യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷ ഭയോദ്വേഗൈഃ മുക്തോ യസ ച മേ പ്രിയഃ. ഇല്ലേ? അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അവൻ മുക്തനാണ്. എന്തുകൊണ്ട്? അവൻ നിലനിൽക്കുന്നത് ലോകത്തിനൊരു പ്രശ്നമല്ല. ലോകം എങ്ങനെയൊക്കെയാണെങ്കിലും അവനും ഒരു പ്രശ്നമല്ല. അവൻ ചുരുക്കി പറഞ്ഞാൽ അവനും പ്രശ്നക്കാരനല്ല, ലോകത്തിനും പ്രശ്നക്കാരനല്ല. പക്ഷെ നമ്മൾ പ്രശ്നക്കാരനാണെങ്കിലോ നമ്മൾ ഭക്തനല്ല, നമ്മൾ മോക്ഷത്തിന് അധികാരിയല്ല. മോക്ഷത്തിന് അധികാരി ഒരുവൻ എങ്ങനെ ആകാതിരിക്കുന്നു എന്നാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു, കാമം, ക്രോധം, ലോഭം ഇത്യാദികൾ. തുടർന്ന് ആ ഭക്തിയെ, പരമമായ ഭക്തിയെ ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഈ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭക്തന് തന്നെ പല തലങ്ങളുണ്ട് എന്ന് പറയാം. നമ്മൾ ഈ ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ പല ആചാര്യന്മാരും പറയാറുള്ള ഒരു കഥയാണ്. ഭഗവാനും അർജുനനും കൂടെ നടന്ന് അങ്ങനെ പോകുമ്പം ഇവര് വേഷമാരെന്ന് പറഞ്ഞാൽ ഇവര് ഇന്നെന്ന ആളുകളാന്ന് അറിയില്ല ആർക്കും. അവരങ്ങനെ പോകുന്ന സമയത്ത് ഒരാളെ കാണാം, ഒരു ബ്രാഹ്മണൻ. അവിടെ കയ്യിൽ വലിയൊരു വാളുണ്ട്. അപ്പൊ ഭഗവാൻ ചോദിക്കും, ഇതെന്തിനാ നിങ്ങൾ ഈ വാള് കൊണ്ട് നടക്കുന്നത്? കണ്ടിട്ട് നിങ്ങളൊരു ബ്രാഹ്മണനാണെന്ന് തോന്നുന്നല്ലോ, എന്തിനാ ഈ വാള്? അപ്പൊ അയാൾ പറയും, എനിക്ക് 4 പേരെ കൊല്ലാനുണ്ട് എന്ന്. അതാരാ ഇത്? ഇയാൾക്ക് മനസ്സിലായിട്ടില്ല ഇത് ഭഗവാനാണ്, മറ്റേത് അർജുനനാണ് എന്നൊന്നും. ആരാ ഈ 4 പേര്? നാരദൻ 1. അതെന്തിനാ നാരദനെ കൊല്ലണം? നാരദനെ പോലെ എന്റെ ഭഗവാനെ ഈ നാരദൻ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ കിട്ടിയ ഞാൻ അപ്പ ശരിയാക്കും എന്ന് പറയാം. പിന്നെ ആരാ? പിന്നെ പ്രഹ്ലാദൻ. അവൻ ചെറുതാണ് ആളെങ്കിലും അവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല എന്ന് പറയും. എന്തൊക്കെയാ അവൻ ചെയ്തു കൂട്ടിയതെന്നറിയാം. എന്റെ ഭഗവാൻ ഒരു സ്വൈര്യവും കൊടുത്തിട്ടില്ല. അവൻ ഏത് നേരം ഈ അതും ഇതും ഒക്കെ ചെയ്തിട്ട്. പിന്നെ ആരാ? ദ്രൗപദി. അയ്യോ മഹാബാബ് എന്ത് ചെയ്തു? അവളെ എച്ചില് തീറ്റിച്ചു എന്റെ ഭഗവാനെ, കാണട്ടെ ഞാൻ ശരിയാക്കാം. പിന്നെ ആരാ? പിന്നെ ആ അർജുനൻ, എന്തിനും പോന്നവൻ. അവനെ എന്റെ കയ്യിൽ കിട്ടിയ ഞാൻ അപ്പം ശരിയാക്കും. അതെന്താ? അവൻ ഡ്രൈവർ പണിയാണ് എടുപ്പിച്ചത് എന്റെ ഭഗവാനെ കൊണ്ട് എന്ന് പറയാം. ഇതൊരു ഭക്തന്റെ കാഴ്ചപ്പാടാണ്. ആ ഭക്തിയുടെ പാരമ്യത്തില് ഈ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ആ ഭക്തിയുടെ പൂർണ്ണത പ്രാപിച്ച് നാരദനും പ്രഹ്ലാദനും ദ്രൗപദിയും അർജുനനുമെല്ലാം ഭക്തനെ സംബന്ധിച്ച് ഭക്തന് തലവേദനകൾ സൃഷ്ടിക്കുന്നവരാ. പിന്നെ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം അവിടെ. അതതിന്റെ ഒരു തലമാണ് എന്ന് പറയാം. ആ ഭക്തിയില്, ആ ഒരു ഭക്തിയെക്കുറിച്ച് ഭഗവാൻ പറയാൻ പോവാം. മത് ഭക്തിം ലഭതേ. അതുകൊണ്ട് ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിലൊന്നുമില്ല, ഭഗവാൻ മാത്രം. മത് ഭക്തി. നമുക്കങ്ങനെയുണ്ട്, പരിവാരങ്ങളെയും കൂടെ നമ്മൾ കണക്കിലെടുക്കും. ഇവിടെ പരിവാരമൊന്നുമില്ല എന്ന് പറയും.